പ്രിയപ്പെട്ട ഡോക്ടർമാരെ, വിദ്യാർത്ഥികളെ, റൂബ്രിക്കുകളുടെ അപഗ്രഥനം അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ക്ലിനിക്കിൽ വരുന്ന രോഗി ഡോക്ടറോട് പറയുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ കൃത്യമായി റെപ്പർട്ടറിയുടെ അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കയുടെ ഭാഷയിലേക്ക് മാറ്റാം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി ധാരാളം മാനസിക ഭൗതിക ലക്ഷണങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതിന് പറ്റിയ റൂബ്രിക് അറിയാത്തത് കൊണ്ട് നമ്മൾ അവ ഒഴിവാക്കുകയും ആ രോഗിക്ക് ശരിയായ ആശ്വാസം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. പുതുതലമുറ ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും സഹായിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. റെപ്പർട്ടറിയുടെ അധ്യാപനത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ പ്രൊഫസർ KB രമേശ് സാറിനെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രൗഢഗംഭീരവും പ്രചോദിതവും സരസവുമായിരുന്നു സാറിൻ്റെ റെപ്പർട്ടറി ക്ലാസുകൾ. ഈ പരമ്പരയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ എന്നിവ തീർച്ചയായും അറിയിക്കുക. കെൻസ് റെപ്പർട്ടറി, സിന്തസിസ് റെപ്പർട്ടറി, കംപ്ലീറ്റ് റെപ്പർട്ടറി ആൻഡ് മർഫീസ് റെപ്പർട്ടറി, ഇത്രയും പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. അപ്പോൾ സാധാരണയായി നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കൂടുതലായും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത് ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയാണ്, ഡോക്ടർ എനിക്ക് കൊറോണ വരുമെന്ന് വല്ലാത്തൊരു സംശയമുണ്ട്, ഭീതിയുമുണ്ട് എന്നുള്ളത്. ഈ എപ്പിഡമിക് ഡിസീസുകളൊക്കെ വരുന്ന സമയത്ത് ചിലർക്ക് അത് വല്ലാത്തൊരു ആദി അവരുടെ മനസ്സിലുണ്ടാക്കും. ഇതെങ്ങനെയാണ് നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത്. സിന്തസിസ് റെപ്പർട്ടറിയിലും കംപ്ലീറ്റ് റെപ്പർട്ടറിയിലും മർഫിയിലുമൊക്കെ ഈ റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൊറോണ വരുമെന്ന് വല്ലാത്തൊരു സംശയവും ഭയവും ആദിയുമൊക്കെ ഉണ്ട് ഡോക്ടർ എന്ന് പറയും. അപ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത് മൈൻഡിൽ ഫിയർ എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. അതിൽ ഡിസീസ് ഓഫ് ഇംപെൻഡിങ് കണ്ടാജിയസ് എപ്പിഡമിക് ഡിസീസസ് ഓഫ്, ദാറ്റ്സ് മെയിൻ റൂബ്രിക്. ആൻഡ് അനദർ വൺ ഈസ് മൈൻഡ് ഫിയർ ഇൻഫെക്ഷൻ ഓഫ്. ദിസ് റൂബ്രിക് ഈസ് അവൈലബിൾ ഇൻ കെൻസ് റെപ്പർട്ടറി ഓൾസോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ കൊറോണ കാരണം ജോലി നഷ്ടപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വല്ലാത്ത മാനസിക സംഘർഷങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൊറോണ മാത്രമല്ല, എന്ത് കാര്യം കൊണ്ടും ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ. അപ്പോൾ അതിനുള്ള റൂബ്രിക്ക് എയിൽമെൻറ്റ്സ് ഫ്രം ജോബ് ഹാവിങ് ലോസ്റ്റ് ഹിസ് എന്നാണ് റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. മൈൻഡ് എന്നുള്ള ചാപ്റ്ററിൽ എയിൽമെൻറ്റ്സ് ഫ്രം. This particular rubric is available in synthesis repertory and also in complete repertory. Job having lost his. പിന്നെ ഒരു ചെറിയ പനി വന്നാൽ തന്നെ അതെനിക്ക് കൊറോണയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തൊണ്ടവേദനയുണ്ട്, ചെറിയൊരു ചുമയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് കൊറോണയാണ് ഡോക്ടർ, ഇത് കാരണം ഞാൻ മരിച്ചു പോകുന്നുള്ള വല്ലാത്തൊരു ആദി വരുന്നു. എന്ന് വെച്ചാൽ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള വലിയ ആദി. അതെങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം? അതിനുള്ള റൂബ്രിക്ക് ഡെലൂഷൻ ആണ്. ഡെലൂഷൻ ഡിസീസസ് ഇൻക്യൂറബിൾ ഹി ഹാസ്. അനദർ റൂബ്രിക് ഈസ് ഡെലൂഷൻ ഡൈയിങ് ഹി ഈസ്. എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഡെലൂഷൻ എന്നുള്ള റൂബ്രിക്കിൻ്റെ താഴെയായിട്ടാണ് ഉണ്ടാവുക. സോ റൂബ്രിക് ഡെലൂഷൻ ഡിസീസസ് ഇൻക്യൂറബിൾ ഹി ഹാസ് ആൻഡ് ഡെലൂഷൻ ഡൈയിങ് ഹീസ്. ഒരമ്മ വന്നിട്ട് നമ്മോട് പറയാണ്, ഡോക്ടർ എൻ്റെ മകന് വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ചു. അച്ഛൻ നേരത്തെ മരിച്ചതാണ്, അപ്പോൾ ഞാൻ തന്നെയാണ് അവനെ പോറ്റി വളർത്തിയത്. അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഇപ്പോൾ അവന് ജോലിയൊക്കെ കിട്ടി. പക്ഷേ ഇപ്പോൾ അവൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് അമ്മയുടെ ജീവിത സാഹചര്യമാണ്. ആ ജീവിത സാഹചര്യം നമ്മൾ എങ്ങനെയാണ് റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാം? എൻ്റെ ജീവിതം പോലും ഞാൻ മാറ്റിവെച്ച്, ഞാനൊരു നിലയിൽ എത്തിയതുമില്ല. കാരണം എൻ്റെ താഴെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. പക്ഷെ അവരൊന്നും ഇപ്പം എന്നെ തിരിഞ്ഞു നോക്കണില്ല എന്നുള്ളത്. എനിക്കും എവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് എയിൽമെൻറ്റ്സ് ഫ്രം ഡിസപ്പോയിൻറ്റഡ് എന്നുള്ളതാണ്. എയിൽമെൻറ്റ്സ് ഫ്രം ഡിസപ്പോയിൻറ്റഡ്. അവരും എവിടെ എത്തിയില്ല, ഞാനും എവിടെ എത്തിയിട്ടില്ല, എൻ്റെ ശ്രമങ്ങളൊക്കെ വൃഥാവിലായി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. വേറൊരു കണ്ടീഷൻ, എൻ്റെ മകനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. ഞാൻ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമൊക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ അവൻ സ്വന്തം കാലിൽ നിൽക്കാനായി എന്ന് തോന്നിയ സമയത്ത് അവൻ വേറെ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു വേറെ വീട്ടിൽ താമസമാക്കി.
അപ്പോൾ സാമൂഹികമായിട്ട് എനിക്കത് വലിയൊരു മാനസിക സംഘർഷമുണ്ടാക്കി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ? സോ ഇൻ ദാറ്റ് കേസ് rubric is ailments from honor wounded. Ailments from honor wounded. Another condition, ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനം ഞാൻ ആരോടും പറയാതെ മനസ്സിലൊതുക്കി വെച്ചു. മദറിൻലോയുടെ പീഡനം ഉണ്ടായിരുന്നു, അമ്മായിമ്മയുടെ പീഡനം ഉണ്ടായിരുന്നു, അതേപോലെ സിസ്റ്റർ ഇൻലോൻ്റെ പീഡനം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് വിദേശത്താണ്, അവരിതൊന്നും അറിയിക്കേണ്ടെന്ന് കരുതി, അവർക്ക് മനസ്സിൽ വിഷമാവുമല്ലോ എന്ന് കരുതി ഞാൻ അവരോട് ഇതൊന്നും പറഞ്ഞില്ല. എൻ്റെ വിദേശത്തുള്ള എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞില്ല എന്നതുപോലെ തന്നെ എൻ്റെ സ്വന്തം വീട്ടുകാരോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇതെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചു വെച്ചു. അൾട്ടിമേറ്റ്ലി ഷീ ഡെവലപ്ഡ് മൈഗ്രെയിൻ ഹെഡേക്ക് ഓർ ഓവറിയൻ സിസ്റ്റ് ഓർ ഫൈബ്രോയിഡ് യൂട്രസ് വാട്ട് എവർ ഇറ്റ് മേ ബി. ഇതിൻ്റെ കറക്റ്റ് റൂബ്രിക് എന്താണ്? ഇത് ആ കുട്ടിയുടെ ജീവിത സാഹചര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, എപ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ഇൻഡിഗ്നേഷൻ, ഇപ്പോൾ കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിലൊക്കെ ആണെങ്കിൽ ഇൻഡിഗ്നേഷൻ എയിൽമെൻറ്റ്സ് ഫ്രം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിന്തസിസിലാണെങ്കിൽ എയിൽമെൻറ്റ്സ് ഫ്രം ഇൻഡിഗ്നേഷൻ എന്നാണ് റൂബ്രിക്. ഡോക്ടറെ, ഞാൻ എല്ലാ ചികിത്സയും നടത്തി നോക്കി, ഒന്നും ഫലിച്ചില്ല എന്ന് പറയും. പല ചികിത്സ, അലോപ്പതി, ആയുർവേദ, യുനാനി, സിദ്ധ, അങ്ങനെ എല്ലാ സാധനങ്ങളും പരീക്ഷിച്ച് നോക്കി, ഒന്നും ഫലിച്ചില്ല. വല്ലാണ്ട് മനസ്സിന് വിഷമമുണ്ട് എന്നുള്ളത്. സോ ഇൻ ദാറ്റ് കേസ് റൂബ്രിക് ഈസ് ഡെസ്പയർ റിക്കവറി ഓഫ്. അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഡോക്ടർ എല്ലാ ചികിത്സയും നടത്തി നോക്കി, ഒന്നും ഫലിച്ചില്ല, ഇപ്പോൾ ചികിത്സ ഒന്നും ചെയ്യണില്ല. പല PSC പരീക്ഷകൾ എഴുതി നോക്കി, ഒന്നും കിട്ടിയില്ല, ഇപ്പം പിന്നെ പരീക്ഷ ഒന്നും എഴുതാറില്ല എന്ന് പറയാം. മറ്റതുമായിട്ട് നേരത്തെ പറഞ്ഞ റൂബ്രിക്കുമായിട്ട് സാമ്യമുള്ളതാണെങ്കിൽ പോലും വ്യത്യസ്തമായ അർത്ഥതലമുള്ള ഒരു റൂബ്രിക്കാണ് ഈ കേസിൽ വരുന്നത്. ഡിസ്കസ്ഡ് എന്നാണ് റൂബ്രിക്. ഡെസ്പയർ ആഫ്റ്റർ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് ആൻഡ് ഹി വിൽ സ്റ്റോപ്പ് ഫർദർ എഫേർട്ട് എന്നുള്ളതാണ്. എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കി പരാജയപ്പെട്ടു, ഇപ്പോൾ ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല. അങ്ങനെ ഒരു പേഷ്യൻ്റ് പറയുമ്പോഴാണ് നമ്മൾ ഡിസ്കസ്ഡ് എന്നുള്ള റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുക. അല്ലാത്ത കേസിൽ പേഷ്യൻ്റ് പിന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ റൂബ്രിക്കാണ് ഡെസ്പയർ റിക്കവറി ഓഫ്. എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ജാതി, അത് മാത്രമാണ് ശരി, മറ്റൊന്നും ഞാൻ അംഗീകരിക്കില്ല. എല്ലാവരും എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ എൻ്റെ മതത്തിൽ വിശ്വസിക്കണം, മറ്റൊന്നും ഞാൻ അംഗീകരിക്കുകയില്ല, ഞാനൊന്നും സമ്മതിക്കുകയില്ല എന്നുള്ളത്. എങ്ങനെയത് റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുക? അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് മൈൻഡിൽ ഫനറ്റിസിസം എന്നാണ് റൂബ്രിക്ക് വരുന്നത്. ഫനറ്റിസിസം. ഓക്കെ. 12 വയസ്സായ ഒരു പെൺകുട്ടി അശ്ലീല സിനിമകൾ സ്ഥിരമായി കാണുന്നു, എന്നാൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുമില്ല. യാദൃശികമായിട്ട് അച്ഛൻ്റെ ഫോണിൽ ഒരിക്കൽ കണ്ടതാണത്, പിന്നെ അതിന് അഡിക്റ്റായി പോയതാണ്. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് പറയും? ശരിക്കും ശ്രദ്ധിച്ച് നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്താ ശരിക്കും വരിക? ഇതിൻ്റെ ഡയഗ്നോസിസ് OCD ആണ്, ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ് ഓർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ളതാണ്. അപ്പം ഇതിൽ കുട്ടി സെൽഫ് സ്റ്റിമുലേഷൻ ഇല്ല, അപ്പം അതുകൊണ്ടാണ് ഇത് OCD ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. സെൽഫ് സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ സെക്ഷൽ ഡിസയർ ഇൻക്രീസ്ഡോ ലാസിവിയസ്നെസ്ന്നോ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ കേസിൽ നമുക്ക് റൂബ്രിക്ക് വരുന്നത് OCDയുടെ റൂബ്രിക്കാണ് വരുന്നത്. കാരണം ഒരിക്കലും കണ്ടു, പിന്നെ അതിന് അഡിക്റ്റ് ആയിപ്പോയി, പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. കമ്പലിങ് തോട്ട്സ് ആണ്. അപ്പോൾ അത് സിന്തസിസ് റെപ്പർട്ടറിയിൽ റൂബ്രിക്ക് വരുന്നത് തോട്ട്സ് പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണെങ്കിൽ കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് OCDക്ക് പറയുന്ന റൂബ്രിക്ക്. മർഫിയിലാണെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. അനദർ റൂബ്രിക് ഇൻ സിന്തസിസ് റെപ്പർട്ടറി, ദാറ്റ് ഇസ് തോട്ട്സ് കമ്പല്ലിങ്. വീണ്ടും വീണ്ടും അത് ചെയ്യണമെന്ന് ഒരു പ്രചോദിപ്പിക്കുകയാണത്. അതുകൊണ്ടാണത് OCD ആണെന്ന് പറയാനുള്ള കാരണം. വീണ്ടും വീണ്ടും ആ സിനിമകൾ, അശ്ലീല സിനിമകൾ കാണണമെന്നുള്ള ഒരു ആഗ്രഹം. പക്ഷേ ഇതിൽ സെൽഫ് സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ OCD ആവില്ല. നമ്മൾ സെക്ഷൽ ഡിസോർഡറായിട്ട് ബന്ധപ്പെട്ട റൂബ്രിക്കുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പം അനദർ കണ്ടീഷൻ, യജമാനൻ ഇല്ലാത്ത സമയത്ത് നായ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ പാരൻസ് ഒന്നും ഇല്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കില്ല. ഇതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാം? അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് സ്റ്റൊമക്കിലെ അപ്പറ്റൈറ്റ് വാണ്ടിങ് ഓണർ ആബ്സെൻറ്റ് വെൻ എന്നുള്ളതാണ്. സിന്തസിസ് റെപ്പർട്ടറിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബ്രിക്കാണ്. ആൻഡ് അനദർ റൂബ്രിക് അനോറക്സിയ നെർവോസ ഓണർ ആബ്സെൻറ്റ് വെൻ. ദിസ് ദ റൂബ്രിക്. ആർത്തവ വിരാമ സമയത്തും, അതായത് മെനോപോസൽ പീരിയഡ്, ആദ്യമായി മെൻസസ് ആയ സമയത്തും, നമ്മുടെ പിബർട്ടി ഏജ് അറ്റൈൻ ചെയ്യുമല്ലോ, ഫസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ് അറ്റൈൻ ചെയ്ത സമയത്തും ശരീരം വല്ലാണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ ശരീരം വല്ലാണ്ട് നീര് വന്ന് വീർത്ത പോലെയെന്നാണ് പറയുന്നത്. പേഷ്യൻ്റ് ശരീരത്തിനൊരു ചീറ്റിപ്പിണ്ട്, വല്ലാണ്ട് നീര് വന്ന് വീർത്ത പോലെയുണ്ട് മെനോപോസിൻ്റെ സമയത്തും, അതേപോലെ പിബർട്ടൽ ഏജിലും. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യാം?
അതിൽ വരുന്നത് ഡ്രോപ്സി, എക്സ്റ്റേണൽ ഡ്രോപ്സി, മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഡ്യൂറിങ് പ്യൂബർട്ടി ആൻഡ് മെനോപോസ് എന്നാണ് റൂബ്രിക് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ഡ്രോപ്സി, മെൻസ്ട്രൽ ഡിസോർഡർ ഡ്യൂറിങ് പ്യൂബർട്ടി ഓർ മെനോപോസ്, ദാറ്റ്സ് എ റൂബ്രിക്. ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ധൈര്യമില്ല എന്ന പേഷ്യൻ്റ് പറയണം. ഡോക്ടറിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്, പലപ്പോഴും ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട്, പക്ഷേ അതിനുള്ള ധൈര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അതിൻ്റെ റൂബ്രിക് സൂയിസൈഡൽ ഡിസ്പോസിഷൻ, കറേജ് ബട്ട് ലാക്സ്. സൂയിസൈഡൽ ഡിസ്പോസിഷൻ, കറേജ് ബട്ട് ലാക്സ്, ദാറ്റ്സ് എ റൂബ്രിക്. ക്രമപ്രകാരം, അതായത് ഓർഡറിൽ വിളിക്കാൻ വൈകിയതിന് ജീവനക്കാരനെ ചീത്ത പറയുന്നു. 4ാമത്തെ ടോക്കൺ ഞാനായിരുന്നു, നിങ്ങൾ എന്തിനാണ് 8ാമത്തെ ടോക്കണുള്ള ചെറിയ കുട്ടിയെ കയറ്റി എന്നുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിനിക്കിലേക്ക് ഡോക്ടർക്ക് ചേംബറിലേക്ക് കയറ്റി വിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫാർമസിസ്റ്റിനെ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന് ചീത്ത പറയുന്നു. എങ്ങനെ അത് റൂബ്രിക് വർക്കൗട്ട് ചെയ്യാം? ദ റൂബ്രിക് ഇൻ ദാറ്റ് കേസ് ഇസ് ഇംപേഷ്യൻ്റ് എന്നുള്ളതാണ്. ഹി ഈസ് മെൻ്റലി റെസ്റ്റ്ലെസ്. ആ ഒരു ഓർഡറിലല്ല അത് വിളിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ പേഷ്യൻറ്റിന് വല്ലാണ്ട് ഇറിറ്റേഷൻ വരും. ദാറ്റ്സ് ഇംപേഷ്യൻസ്. സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ്. ബുക്കിംഗ് കൊടുത്ത സമയത്ത് അല്പം വൈകിയതിന് നമ്മുടെ ജീവനക്കാരന് വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ചുമയ്ക്കുന്നു, അതുപോലെ കസാര നീക്കിയിട്ട് സൗണ്ട് ഉണ്ടാക്കണം. എനിക്ക് 4 മണിക്കാണല്ലോ അപ്പോയിൻമെൻറ്റ് തന്നത്, എന്നിട്ട് എന്താ നിങ്ങൾ എന്നെ 4 മണിക്ക് വിളിക്കാത്തത്? ഇതൊക്കെ ഒബ്സർവേഷനിലൂടെ നമ്മൾ കണ്ടെത്തി നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പേഷ്യൻറ്റിൻ്റെ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ പേഴ്സണാലിറ്റിയാണത്. അപ്പോൾ 4 മണിക്കാണ് കൊടുത്തത്, 4:02 അല്ലെങ്കിൽ 4:05 പോയി, എന്നിട്ട് എന്താ എന്നെ വിളിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവുകയാണ് പേഷ്യൻ്റ്. സോ ഇൻ ദാറ്റ് കേസ് റൂബ്രിക് ഈസ് ഇംപേഷ്യൻസ്. ഇതൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നണം ഇന്ന റൂബ്രിക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അല്ലാണ്ട് പേഷ്യൻ്റ് ഡയറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച് പേഷ്യൻറ്റിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഇങ്ങനെയുള്ള ഒബ്സർവേഷനിലൂടെ കണ്ടുപിടിക്കുന്ന, അതേപോലെ ജീവിത സാഹചര്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ്. പിന്നെ നമ്മളെടുത്ത് വന്നൊരു പേഷ്യൻ്റ് വളരെ വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ച് ഭംഗിയായി മുടി ചീകിയിട്ടുണ്ട്. മറ്റുള്ളവരും അങ്ങനെ ആവണം. വീട്ടിൽ മറ്റുള്ളവർക്ക് വൃത്തിയില്ലെങ്കിൽ ഇയാൾക്ക് ഇറിറ്റേഷൻ വരും. മക്കളൊന്നും സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വൃത്തിയായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ, പുസ്തകങ്ങൾ അടുക്കിപ്പെറുക്കി വൃത്തിയായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യും. എങ്ങനെയാണ് ഇത് റൂബ്രിക് വരിക? ഫാസ്റ്റിഡിയസ് എന്നാണ് അതിൻ്റെ റൂബ്രിക്. എന്ന് വെച്ചാൽ ആ പേഷ്യൻ്റ് മാത്രമല്ല വൃത്തിയായിട്ട് നടക്കേണ്ടത്, മറ്റുള്ളവരും അങ്ങനെ വൃത്തിയായി ക്രമപ്രകാരം സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെച്ച് നടക്കേണ്ട ആൾക്കാരാണ് എന്നുള്ള ഒരു തോന്നലുള്ളവർക്കാണ് നമ്മൾ ഫാസ്റ്റിഡിയസ് എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പേഷ്യൻ്റ് നമ്മളോട് പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാറേ, എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവിന് അസുഖമായിരിക്കാം, മക്കൾക്ക് അസുഖമായിരിക്കാം, മക്കൾക്കൊന്നും ജോലിയൊന്നും ആയിട്ടുണ്ടാവില്ല, എന്നാലും അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. എങ്ങനെയാണ് ഈ കണ്ടീഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യാം? പേഷ്യൻ്റ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം, എന്നാൽ കറക്റ്റായിട്ടുള്ള റൂബ്രിക് കിട്ടും. കണ്ടൻറ്റ് എന്നാണ് അതിനുള്ള റൂബ്രിക് വരുന്നത്. ആൾവേസ് സാറ്റിസ്ഫൈഡ് ഡെസ്പൈറ്റ് വേരിയസ് പ്രോബ്ലംസ് ആൻഡ് ഹർഡിൽസ് ഇൻ ദി ലൈഫ് എന്നുള്ളതാണ്. പിന്നെ മുമ്പ് ചികിത്സിച്ച ഡോക്ടറെ പറ്റി കുറ്റം പറയുന്നു. ആ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പൈസ വാങ്ങിയെന്നല്ലാണ്ട് എനിക്കൊരു മെച്ചം ഉണ്ടായിട്ടില്ല, ഒരു ശ്രദ്ധയില്ലാത്തൊരു ഡോക്ടറാണ്, എന്നാൽ പഴയ മരുന്ന് തന്നെ പിന്നെ എഴുതി തരും എന്ന് പറഞ്ഞിട്ട് മുമ്പ് ചികിത്സിച്ച ഡോക്ടറെ പറ്റി കുറ്റം പറയും. ഇതേ പേഷ്യൻ്റ് തന്നെ അടുത്ത തവണ വേറൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ കുറ്റം പറയും കേട്ടോ, ആ ഡോക്ടർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ 2 റൂബ്രിക്കാണുള്ളത്. ഒന്ന് അബ്യൂസീവ് ആണ്. ദേ ആൾവേസ് യൂസിങ് ഇൻസൾട്ടിങ് ഹാർഷ് ലാംഗ്വേജസ്. അവരുടെ ഒരു പ്രകൃതമാണ് എല്ലാവരെ പറ്റിയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. വല്ലപ്പോഴും കുറ്റം പറയുന്നതിന് നമ്മൾ അബ്യൂസീവ് എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യില്ല. ബട്ട് ആൾവേസ് യൂസിങ് ഹാർഷ് ഇൻസൾട്ടിങ് ലാംഗ്വേജസ്. അനദർ റൂബ്രിക് ഈസ് സ്ലാൻഡർ ഡിസ്പോസിഷൻ ടു, അപവാദം പറയുക. സ്ലാൻഡർ ഡിസ്പോസിഷൻ ടു എന്നുള്ളത്. ഒരു ലേഡി വന്നിട്ട് പറയാം, ഡോക്ടർ ഞാൻ പണ്ട് പാമ്പിനെ കണ്ട് പേടിച്ചിരുന്നു, ഇപ്പോൾ പാമ്പിൻ്റെ ചിത്രം കണ്ടാൽ തന്നെ എനിക്ക് വല്ലാണ്ട് പേടിയാണ്. സിനിമയിലൊന്നും പാമ്പിനെ കാണാൻ പോയി, അല്ലെങ്കിൽ കുട്ടികളുടെ പുസ്തകത്തിൽ പാമ്പിനെ കണ്ടാൽ തന്നെ എനിക്ക് വല്ലാണ്ട് പേടിയാണ്. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യാം? പണ്ട് പാമ്പിനെ കണ്ട് പേടിച്ചതാണ്. അപ്പോൾ അതിന് റൂബ്രിക്ക് വരുന്നത് ഫിയർ എന്നുള്ള റൂബ്രിക്ക്. അതിൽ ഫ്രൈറ്റ്, പ്രീവിയസ് ഫ്രൈറ്റ് ബിക്കോസ് ഓഫ്. പണ്ട് കണ്ട് പേടിച്ചതാണ്, ഇപ്പോഴും മനസ്സിലാ പേടി നിൽക്കുന്നുണ്ട്. പാമ്പിൻ്റെ ചിത്രം കണ്ടാൽ അല്ലെങ്കിൽ പാമ്പിൻ്റെ സിനിമകൾ എന്തെങ്കിലും കണ്ടാൽ പോലെ വല്ലാണ്ട് വെപ്രാളപ്പെടുന്നു. സോ ഫിയർ, ഫ്രൈറ്റ്, പ്രീവിയസ് ഫ്രൈറ്റ് ബിക്കോസ് ഓഫ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പേഷ്യൻ്റ് പറയാം, ഡോക്ടറെ അവളെ എപ്പോഴും വീട്ടുജോലിയിൽ തന്നെ ഉണ്ടാവും, വീട്ടുജോലി കഴിഞ്ഞിട്ട് അവൾക്ക് വേറെ ഒന്നിനും സമയമില്ല, എന്നാലോ വീട്ടിലെ പണിയൊട്ട് തീരുന്നില്ല എന്നുള്ളതാണ്. രാവിലെ 5 മണിക്ക് എണീറ്റ് പണി തുടങ്ങും, രാത്രി 12 മണിയായാലും അവൾ വീട്ടുജോലിയിൽ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലോ പണിയൊന്നിട്ട് മുഴുവനാവില്ല എന്നുള്ളതാണ്. എങ്ങനെയത് വർക്കൗട്ട് ചെയ്യാം? അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് ഇൻഡസ്ട്രിയസ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ് എന്നുള്ളതാണ്. ഈ ഇൻഡസ്ട്രിയസ് എന്നുള്ള റൂബ്രിക്ക് പലപ്പോഴും പലരും തെറ്റായി വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എടുക്കുന്ന റൂബ്രിക്കായിട്ടാണ് കണ്ടുവരാറുള്ളത്.
പക്ഷെ അതിലെ മെഡിസിൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഓറമെറ്റാണ് ഒരു 3 മാർക്ക് മെഡിസിൻ കൊടുത്തിരിക്കുന്നത്. ഓറമെറ്റ് വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻ്റാണ്, ബട്ട് അറ്റ് ദി എൻഡ് ദേ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. അനദർ റെമഡി ഈസ് ടാരൻറ്റുല ഹിസ്പാന. വളരെ ഫാസ്റ്റായിട്ട് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, പക്ഷേ അവരെല്ലാം കൂടെ അവസാനം നശിപ്പിച്ച് കളയും. സിമിലർലി അനദർ റെമഡി ഈസ് നാട്രോസോൾഫ്, സൂയിസൈഡൽ ഡിസ്പോസിഷൻ എന്നുള്ള ഒരു മെഡിസിനാണ്. അപ്പോൾ ഇൻഡസ്ട്രിയസ് എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് സ്പീഡിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും, വർക്കഹോളിക്കാണ്. ബട്ട് ദി നെറ്റ് റിസൾട്ട് ഫ്രൂട്ട്ലെസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കാര്യം, വീട്ടിലെ പണി മുഴുവൻ രാത്രി 12 മണിയായാലും അവളെ പണി തീരൂല എന്നാണ് പറയാം. സോ റൂബ്രിക് ഇൻഡസ്ട്രിയസ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ് എന്നുള്ളതാണ് റൂബ്രിക് വരുന്നത്. മരിച്ച വീട്ടിൽ പോയാലും ഉച്ചത്തിൽ ചിരിക്കണം. വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മൂകമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഒരു മരണ വീട് എന്ന്. പക്ഷേ അവിടെ പോയാലും ഉച്ചത്തിൽ ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. റൂബ്രിക് വരുന്നത് മൈൻഡിൽ ലാഫിങ് സീരിയസ് മാറ്റേഴ്സ് ഓവർ എന്നുള്ളതാണ്. ലാഫിങ് സീരിയസ് മാറ്റേഴ്സ് ഓവർ. പിന്നെ ഒരു അമ്മ വന്നിട്ട് പറയും, ഡോക്ടർ എൻ്റെ കുട്ടിക്ക് വീട്ടിലെ മൃഗങ്ങളെയും മറ്റു കുട്ടികളൊക്കെ വേദനിപ്പിക്കുന്നത് വലിയ ഇഷ്ടമാണെന്ന് പറയും. പൂച്ചനെയൊക്കെ അവൻ എടുത്ത് എറിഞ്ഞ് കളയും, പട്ടി ഉണ്ടെങ്കിൽ പട്ടിയും കല്ലെടുത്തെറിയും, മറ്റു കുട്ടികളെയും അവന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക് വർക്കൗട്ട് ചെയ്യുക? അതൊരു ബിഹേവിയറൽ ഡിസോർഡറാണ്. അപ്പോൾ അതിന് വരുന്ന റൂബ്രിക് ക്രൂവൽറ്റി, ഇൻഹ്യൂമാനിറ്റി, സഫർ, ലവ് ടു മേക്ക് പീപ്പിൾ ആൻഡ് ആനിമൽസ് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേദനിക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് കുട്ടി. അതിനാണ് ക്രൂവൽറ്റി, ഇൻഹ്യൂമാനിറ്റി, സഫർ, ലവ്സ് ടു മേക്ക് പീപ്പിൾ ആൻഡ് ആനിമൽസ് എന്നുള്ള റൂബ്രിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ സംഭവിച്ച കാര്യമാണെന്ന് പറയും, പക്ഷേ അത് എന്നോ സംഭവിച്ചതായിരിക്കും. ഡോക്ടർ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചാൽ, പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെ പറ്റിയായിരിക്കും അയാൾ പറയുന്നത്. പക്ഷേ അത് ഇപ്പോൾ സംഭവിച്ച പോലെ തോന്നുന്നു. അതിനെന്ത് റൂബ്രിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക? റൂബ്രിക് ഇൻ ദാറ്റ് കേസ് ഈസ് കൺഫൗണ്ടിങ് പ്രസൻറ്റ് വിത്ത് പാസ്റ്റ് എന്നുള്ളതാണ്. കൺഫൗണ്ടിങ് പ്രസൻറ്റ് വിത്ത് പാസ്റ്റ്. അനദർ കണ്ടീഷൻ, അച്ഛനും അമ്മയും പരിഗണിക്കണില്ല എന്നുള്ള തോന്നൽ കുട്ടിക്ക് വല്ലാണ്ടുണ്ടായി. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നു, പരിഗണിക്കുന്നു എന്ന് തോന്നിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവിക്കുന്ന ഒരു പയ്യനുമായിട്ട് അവൻ പ്രേമത്തിലായി, അവൾ പ്രേമത്തിലായി, അല്ലെങ്കിൽ അവൻ പ്രേമത്തിലായി. വീട്ടുകാർക്ക് എന്നെ ഒരു പരിഗണനയില്ല, എന്നെ കൺസിഡർ ചെയ്യുന്നില്ല. അച്ഛനും അമ്മയും അവർക്ക് ജോലിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് സ്നേഹം കിട്ടുന്നു, എന്നോട് സംസാരിക്കാൻ കുറച്ച് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് തോന്നിയാൽ അത് ചിലപ്പോൾ ആ പയ്യൻ്റെ അഭിനയമായിരിക്കാം. പക്ഷെ അങ്ങനെ തോന്നിയ ഒരുത്തനായിട്ട് അവൾ പ്രേമത്തിലായി, അവനെ ഒളിച്ചോടിപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി. അതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും? ആ കുട്ടിയുടെ സാഹചര്യമാണ് ആ കുട്ടിയെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ കൊണ്ടെത്തിച്ചത്. എന്താ റൂബ്രിക് ഇവരെ ഈ കേസിൽ? ഫോർസേക്കൺ ഫീലിംഗ് എന്നുള്ളതാണ്. ബിലവ്ഡ് ബൈ ഹിസ് പാരൻസ്, വൈഫ്, ഫ്രണ്ട്സ്, ഫീലിംഗ് ഓഫ് നോട്ട് ബീങ്. രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ, സുഹൃത്തുക്കളുടെ ഒന്നും പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഫോർസേക്കൺ ഫീലിംഗ്, ബിലവ്ഡ് ബൈ ഹിസ് പാരൻസ്, വൈഫ്, ഫ്രണ്ട്സ് ആൻഡ് ഫീലിംഗ് ഓഫ് നോട്ട് ബീങ്. അനദർ റൂബ്രിക് ഈസ് ലവ്, റൊമാൻറ്റിക് ലവ്, ഡിസയർഫുൾ. ദാറ്റ്സ് അനദർ കണ്ടീഷൻ. ഈ 2 റൂബ്രിക്കാണ് ആ കേസിൽ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റഡ് ആയിട്ട് പറയാവുന്ന റൂബ്രിക്കുകൾ. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എനിക്ക് നല്ല നിലയിലെത്തണം. അവർ പരാജയപ്പെട്ടാലും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും അതിലൊക്കെ തിരിച്ചടികൾ ഉണ്ടെങ്കിലും അവർ വീണ്ടും ബിസിനസ്സിൽ വിജയിക്കും. കുട്ടികൾക്കൊക്കെ പല അസുഖം വന്ന് ഭർത്താവ് പാരാലിസിസ് ആയി കിടന്നു, എന്നാലും ഭർത്താവിനെ നന്നായിട്ട് നോക്കി നടത്തി ഭർത്താവിൻ്റെ അസുഖങ്ങളൊക്കെ മാറി അവർ നല്ല നില ജീവിക്കും. അവർക്ക് നല്ല ഒരു പുരോഗതി ഉണ്ടാവും ലൈഫിൽ. എപ്പോഴും പരാജയപ്പെട്ടാലും പിന്നെയും ശ്രമിക്കുന്ന ആൾക്കാർ. അവർക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക്കാണ് പ്രിസർവറൻസ് എന്നാണ്. അതിന് സിന്തസിസ് റെപ്പർട്ടറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബ്രിക്കാണ്. നല്ല വെൽ റിപ്രസെൻറ്റഡ് ആയിട്ടുള്ള റെമഡീസും കൊടുത്തിട്ടുണ്ട്. പ്രിസർവറൻസ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് എപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹമാണ്, എനിക്ക് വളരെ ഉന്നതിയിലെത്തണം എന്നുള്ളൊരാഗ്രഹം. കൂടുതൽ ഉയരത്തിലെത്തണം, കൂടുതൽ കാശ് സമ്പാദിക്കണം, അല്ലെങ്കിൽ കൂടുതൽ നല്ല ജോലി വാങ്ങണം, കൂടുതൽ റിസർച്ചൊക്കെ ചെയ്യണം. ഡോക്ടർ എനിക്ക് അതൊക്കെയാണ് താല്പര്യം. കല്യാണത്തിന് മുമ്പ് നല്ലൊരു ജോലി വാങ്ങണം, അതേപോലെ റിസർച്ചിലൊക്കെ നല്ലൊരു നിലയിലെത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും കൂടുതൽ നല്ല നിലയിലെത്തണം എന്നുള്ള ആഗ്രഹമാണ്. അത് നമ്മൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് പറയുമ്പം അല്ലെങ്കിൽ അങ്ങനെ പേഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട റൂബ്രിക്കാണ് ആംബിഷൻ ഇൻക്രീസ്ഡ്. ആംബിഷൻ ഇൻക്രീസ്ഡ് എന്നുള്ളതാണ്. പിന്നെ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ പ്രായക്കൂടുതൽ തോന്നിക്കുന്നതിനാൽ ഞാൻ കൂടുതൽ മേക്കപ്പ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ പ്രായത്തിനെ പേടിയാണ്, അപ്പം അത് കാരണം ഞാൻ കൂടുതൽ മേക്കപ്പ് ഉപയോഗിക്കണം. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും? അതിന് 2 റൂബ്രിക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ള. ഒന്ന് ഫിയറിൽ ഓൾഡ് ഓഫ് ഗെറ്റിംഗ്, വയസ്സാകുന്നതിന് പേടിയാണ്.
ദെൻ അനദർ റൂബ്രിക് ഫിയർ ഏജ് ഓഫ് വൺസ് ഓൺ, സ്വന്തം പ്രായത്തിനെ പറ്റി അവർക്ക് പേടിയാണ്. അപ്പം അതുകൊണ്ട് ആ പ്രായം മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രായക്കൂടുതലുണ്ട് എന്നുള്ളൊരു തോന്നലുള്ള കാരണം അവർ കൂടുതലായിട്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നു. ഡോക്ടറെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ അവൾ കുട്ടി വല്ലാണ്ട് കരയാണ്, മോള് വല്ലാണ്ട് കരയും, ചെറിയ വിഷയത്തിന് വരെ അവൾ വല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവളോടൊന്നും പറയാൻ വയ്യ, ഒന്നും പറഞ്ഞാൽ അവൾ അനുസരിക്കണില്ല എന്നുള്ള പറയണം. അപ്പോൾ അതിന് 2 റൂബ്രിക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒന്ന് വീപ്പിംഗ് ട്രൈഫിൾ സെറ്റ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ കുട്ടി കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷൻ അഡ്മോണീഷൻ അഗ്രവേറ്റ്സ് എന്നുള്ളതാണ് റൂബ്രിക്ക് പറയുന്നത്. അഡ്മോണീഷൻ അഗ്രവേറ്റ്സ്. അഡ്മോണീഷൻ എന്ന് പറഞ്ഞാൽ ശാസന എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. എന്ന് വെച്ചാൽ മുതിർന്ന ആൾക്കാർ കുട്ടി നന്നാവട്ടെ എന്ന് കരുതി ഉപദേശിക്കുന്നതിനാണ് അഡ്മോണീഷൻ എന്ന് പറയും. ഇപ്പോഴത്തെ പുതിയ തലമുറക്കൊന്നും ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ല. അഡ്മോണീഷൻ അഗ്രവേറ്റ്സ്. അനദർ കണ്ടീഷൻ, അമ്മ പറയാണ് ഡോക്ടർ അവൾക്ക് തീരെ ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നത് തീരെ അവൾക്ക് ഇഷ്ടമല്ല, എന്തെങ്കിലും ഉപദേശിച്ച് കഴിഞ്ഞാൽ അവൾ വല്ലാണ്ട് ദേഷ്യം പിടിക്കുമോ, നീ ഇപ്പം ഇങ്ങനെ ആ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോവല്ലേ, അവൻ നിന്നെ ഉപേക്ഷിക്കും കുറച്ച് കഴിഞ്ഞാൽ, അതൊക്കെ നിങ്ങളുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് പക്വത ഇല്ലാത്തതുകൊണ്ടാണ്, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരു കാര്യം അവളോട് പറയാൻ വയ്യ, അവൾക്ക് ദേഷ്യം പിടിക്കും എന്നുള്ളതാണ്. ഇൻ ദാറ്റ് കേസ് ആൾസോ ദ റൂബ്രിക് അഡ്മോണീഷൻ അഗ്രവേറ്റ്സ്. കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിൽ ബോഗറിലൊക്കെ ഉള്ള വളരെ ബേസിക് ആയിട്ടുള്ള റൂബ്രിക്കാണ് അഡ്മോണീഷൻ. ദാറ്റ് മീൻസ് ജെൻറ്റിൽ അഡ്വൈസ് അഗ്രവേറ്റ്സ് എന്നുള്ളത്. ഒരു ലേഡി വന്നിട്ട് പറയാണ് ഡോക്ടർ മെൻസസിൻ്റെ മുമ്പായിട്ട് ഞാൻ പാമ്പിനെ എങ്ങനെ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും? മെൻസസിൻ്റെ മുമ്പായിട്ട് പാമ്പിനെ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അതിൽ 2 കണ്ടീഷൻ വരാം. ഒന്ന് സെക്ഷൽ ഡിസയർ ഇൻക്രീസ്ഡ് മെൻസസ് ബിഫോർ എന്നുള്ള റൂബ്രിക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ സെക്ഷൽ ഡിസയർ കൂടുതലുള്ള ആൾക്കാരാണ് പലപ്പോഴും സ്നേക്കിനെ സ്വപ്നം കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. അനദർ വൺ സെക്ഷൽ ഡിസയർ സപ്രസ്ഡ് എയിൽമെൻറ്റ്സ് ഫ്രം, അങ്ങനത്തെ ഒരു കണ്ടീഷനിലും ഈ ഒരു വിഷയം വരാം. സെക്ഷൽ ഡിസയർ സപ്രസ്ഡ് എയിൽമെൻറ്റ്സ് ഫ്രം. പിന്നെ ഒരു കണ്ടീഷൻ, അച്ഛൻ ഒരിക്കൽ വഴുതി വീണു, ബാത്റൂമിൽ വീണു, അതിന് ശേഷം അച്ഛൻ നടക്കാനേ കൂട്ടാക്കണില്ല, ഭയങ്കര പേടിയാണ്, ഇനി വീണ് പോകുമോ എന്നുള്ള പേടി. എന്നിട്ട് അച്ഛൻ എഴഞ്ഞൊക്കെയാണ് അച്ഛൻ നടക്കുക, നേരെ നിവർന്ന് നടക്കാനോ അല്ലെങ്കിൽ പിടിച്ച് നടക്കാനൊക്കെ അച്ഛന് ഭയങ്കര പേടിയാണ്, നടക്കാനേ സമ്മതിക്കുന്നില്ല എന്ന് പറയാം. ഇത് നമ്മളെങ്ങനെ വർക്കൗട്ട് ചെയ്യും? അതിന് റിലേറ്റഡ് ആയിട്ടുള്ള 2 റൂബ്രിക്കുകൾ. ഒന്ന് ഫിയർ ഫ്രൈറ്റ്, പ്രീവിയസ് ഫ്രൈറ്റ് ബിക്കോസ് ഓഫ്, കംപ്ലീറ്റ് റെപ്പർട്ടറിയിലും സിന്തസിസിലൊക്കെ കൊടുത്തിരിക്കുന്ന റൂബ്രിക്കാണ്. ആ ഒരു ഫിയർ ആണ്, മുമ്പൊരിക്കൽ വീണതാണ്, അത് കാരണം പിന്നെ നടക്കാനേ പേടിയാണ്. രണ്ടാമത്തെ റൂബ്രിക്ക് അതിൽ വരുന്നത് ഫിയർ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂബ്രിക്കാണ് രണ്ടാമതായിട്ട് അതിൽ വരുന്നത്. പേഷ്യൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള റൂബ്രിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മെഡിസിൻസും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളടുത്ത് വരുന്ന ചില പേഷ്യൻസിലെ അസുഖം കുറഞ്ഞെന്ന് അവർക്ക് പറയാൻ ഭയങ്കര പേടിയാണ്. അസുഖം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഡോക്ടർ മരുന്ന് കുറയ്ക്കുകയോ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുകയോ എന്നുള്ള വലിയ പേടിയാണ്. ഡോക്ടറെ മരുന്നിൻ്റെ ഡോസൊന്നും കുറയ്ക്കേണ്ട കേട്ടോ എന്ന് പറയാം, അസുഖം കുറഞ്ഞെന്ന് അവർ സമ്മതിക്കൂല. അതൊരു പെക്യുലർ ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു തോട്ടാണ്. അതിന് എടുക്കാൻ പറ്റിയ ഒരു റൂബ്രിക്കാണ് മൈൻഡിൽ തോട്ട് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു റൂബ്രിക്ക് ഉണ്ട്. ഒരു കുട്ടി വന്നിട്ട് പറയാം ഡോക്ടർ എന്നെ ആരും പ്രേമിക്കുന്നില്ല, കൂടെയുള്ള കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ ലവേഴ്സ് ഉണ്ട്, പക്ഷെ എന്നെ ആരും പ്രേമിക്കുന്നില്ല, ഞാനൊരു സ്നേഹിക്കപ്പെടാൻ അർഹത അല്ലാത്തൊരു കുട്ടിയാണ് എന്നുള്ള ഒരു തോന്നലാണ് ആ കുട്ടിക്ക്. എല്ലാ തോന്നലുകളും നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഡെലൂഷൻ എന്നുള്ള റൂബ്രിക്കിലാണ്, അതിൻ്റെ സബ് റൂബ്രിക്കിലാണ് അതൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ കേസിൽ വരുന്ന റൂബ്രിക്ക് എന്നെ ആരും പ്രേമിക്കുന്നില്ല, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹയല്ല എന്നുള്ളൊരു തോന്നൽ വല്ലാത്തൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. ഡെലൂഷൻ അൺഫിറ്റ് ലവ് ടു ബി എന്നാണ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂബ്രിക്ക്. അങ്ങനെ ഒരു തോന്നലാണ്. അപ്പോൾ അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ റൂബ്രിക്കിൻ്റെ സെലക്ഷനിലേക്ക് പോകണം. പിന്നെ ഒരു കുട്ടി വന്നിട്ട് പറയാം, ഒരു പെൺകുട്ടി വന്നിട്ട് പറയാം ഡോക്ടറെ ഞാനൊരു പെൺകുട്ടി ആയതിനാലാണോ എന്നറിയില്ല, സഹോദരന് എല്ലാ ഫ്രീഡം നൽകുമ്പോൾ എനിക്ക് ഒരുപാട് നിയന്ത്രണങ്ങളാണ് വീട്ടിൽ, നീ ഒരു പെൺകുട്ടിയല്ലേ, നീ ഒരു വേറെ വീട്ടിൽ പോയി താമസിക്കേണ്ട കുട്ടിയല്ലേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്, ഒരു ജീൻസ് ഇടാൻ പോലും എന്നെ സമ്മതിക്കൂല, ഒരുപാട് നിയന്ത്രണങ്ങൾ, എൻ്റെ ആ സഹോദരനൊന്നും ഇല്ലാത്ത ഒരുപാട് നിയന്ത്രണങ്ങൾ എനിക്ക് തരികയാണ്, അത് കാരണം എനിക്ക് വല്ലാണ്ട് വിഷമമുണ്ട് ഡോക്ടർ എന്ന് പറയാണ്. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതിന് റിലേറ്റഡ് ആയിട്ട് 2 റൂബ്രിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ റൂബ്രിക്ക് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ അതിന് ഏത് റൂബ്രിക്ക് റിലേറ്റഡ് ആയിട്ട് വരുമെന്നുള്ളത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ മാത്രം ആയിക്കോളണമെന്നില്ല കറക്റ്റ്, വേറെയും ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ റൂബ്രിക്ക് ഉണ്ടായിരിക്കണം. ഈ ആൻസർ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളതൊരു ധാരണയിലെത്തണം. അപ്പോൾ ഇതിന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ റൂബ്രിക്ക് ഒന്ന് എയിൽമെൻറ്റ്സ് ഫ്രം പാരൻ്റൽ പ്രൊട്ടക്ഷൻ എക്സസീവ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. എയിൽമെൻറ്റ്സ് ഫ്രം പാരൻ്റൽ പ്രൊട്ടക്ഷൻ എക്സസീവ്. അതിനകത്ത് റൂബ്രിക്ക് എയിൽമെൻറ്റ്സ് ഫ്രം നെഗ്ലക്റ്റഡ് ബീയിങ്, എന്നെ അവഗണിച്ചു,
എൻ്റെ ബ്രദറിന് കൊടുക്കണ പോലെയുള്ള പരിഗണനയൊന്നും എനിക്ക് തരുന്നില്ല, നെഗ്ലക്റ്റഡ് ബീങ്. ഈ 2 റൂബ്രിക്കാണ് അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഈ പാരൻ്റൽ പ്രൊട്ടക്ഷൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ കുട്ടീനെ അങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല, ടി വി കാണാൻ സമ്മതിക്കില്ല, മൊബൈൽ കാണാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷനിൽ കുട്ടികളെ വളർത്തിയാൽ ആ കുട്ടികൾ സ്പോയിലായി പോകും. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എലിമെൻറ്റ് ഫ്രം പാരൻ്റൽ പ്രൊട്ടക്ഷൻ എക്സസീവ് എന്നുള്ള റൂബ്രിക്ക് എടുക്കാൻ പറ്റും. ഏതൊരു കണ്ടീഷൻ, അവൻ അച്ഛനോടും അമ്മയോടും വളരെ മോശമായിട്ട് പെരുമാറുന്നു, പക്ഷെ മറ്റുള്ളവരോടൊക്കെ വളരെ ഡീസൻറ്റ് പെരുമാറ്റമാണ്. അച്ഛനോടും അമ്മയോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുള്ളൂ, പക്ഷേ നാട്ടുകാരോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറും. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് അബ്യൂസീവ് എന്ന് പറഞ്ഞ റൂബ്രിക്കിൻ്റെ ഒരു സബ് റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്, ചിൽഡ്രൻ ഇൻസൾട്ടിങ് പാരൻസ് എന്നുള്ളതാണ്. അച്ഛനും അമ്മയ്ക്കൊന്നും കൊടുക്കില്ല അവന്, പക്ഷെ നാട്ടുകാർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും വേണമെങ്കിൽ. സോ അബ്യൂസീവ് ചിൽഡ്രൻ ഇൻസൾട്ടിങ് പാരൻസ്, ദാറ്റ്സ് റൂബ്രിക്. അനദർ കണ്ടീഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് മലീഷ്യസ് ആയിട്ടുള്ള കുട്ടികളാണ് പാരൻസിനോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാർ. പിന്നെ അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, പക്ഷെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ റൂബ്രിക്ക് സെലക്ട് ചെയ്യണം. ഡോക്ടർ അവനെ പറ്റി ടീച്ചർമാർക്കും കൂട്ടുകാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്, പക്ഷെ വീട്ടിൽ അവൻ്റെ സ്വഭാവം വളരെ മോശമാണെന്ന് പറയും. ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ് അവനെ പറ്റി, പക്ഷെ വീട്ടിലെത്തിയാൽ എന്നോടും അവൻ്റെ അച്ഛനോടും മറ്റു കുട്ടികളോടൊക്കെ വളരെ മോശമായിട്ടാണ് അവൻ പെരുമാറുക. വളരെ വാശിയും കരച്ചിലും പ്രശ്നക്കാരനായിട്ടുള്ളൊരു കുട്ടിയാണ് അവനെന്ന് പറയും. സാധാരണ വളരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു കണ്ടീഷനാണിത്. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് ബിഹേവിയറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് സിന്തസിസ് റെപ്പർട്ടറിൽ റൂബ്രിക്ക് ഉണ്ട്. അതിൻ്റെ ഒരു സബ് റൂബ്രിക്ക് ഉണ്ട്, ചിൽഡ്രൻ ഇൻ ഹോം ബട്ട് ഗുഡ് അറ്റ് സ്കൂൾ വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള. ലാക്കസിസ്, ട്യൂബർക്കുലിനം, ലെക്കപ്പോഡിയം പോലെയുള്ള മെഡിസിൻസ് ഒക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നാട്ടുകാർക്ക് അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. ഈ കേസ് വേണമെങ്കിൽ നമുക്ക് അഡൽറ്റിന് കൊടുക്കാം കേട്ടോ. ഭർത്താവിന് വീട്ടിലെ കാര്യത്തിനൊന്നും ഭർത്താവിനെ കൊള്ളില്ല എന്നുണ്ടെങ്കിലും നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഭർത്താവിനെ പറ്റി എന്ന് പറയുമ്പോൾ. സോ ബിഹേവിയറൽ പ്രോബ്ലംസ്, ചിൽഡ്രൻ ഇൻ ഹോം ബട്ട് ഗുഡ് അറ്റ് സ്കൂൾ വിത്ത് സ്ട്രേഞ്ചേഴ്സ് എക്സെട്ര. ഡോക്ടറെ പകൽ അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, രാത്രി മുഴുവൻ കരച്ചിലും വാശിയാണ്. അമ്മമാർ നമ്മളോട് വന്ന് പറയുന്നൊരു കാര്യമാണ്. പകല് അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, വളരെ നല്ല കുട്ടി, രാത്രിയാണെങ്കിൽ കരച്ചിലും വാശിയാണ്, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിക്കില്ല, അച്ഛനെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ റൂബ്രിക്ക് വരുന്നത് മൈൻഡിൽ വീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. അതിനൊരു സബ് റൂബ്രിക്ക് ഉണ്ട്, സ്ലീപ്പ് ഇൻ, ചൈൽഡ് ഗുഡ് ഡ്യൂറിങ് ദി ഡേ, സ്ക്രീമിങ് ആൻഡ് റെസ്റ്റ്ലെസ് അറ്റ് നൈറ്റ് എന്നുള്ളതാണ്. ജാലപ്പയും സോറിനാണ് മെഡിസിൻ പറയുന്നത്. ചൈൽഡ് ഗുഡ് ഡ്യൂറിങ് ദി ഡേ, സ്ക്രീമിങ് ആൻഡ് റെസ്റ്റ്ലെസ് അറ്റ് നൈറ്റ്. എൻ്റെ ബിസിനസ് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എൻ്റെ അമ്മൂമ്മ സ്വപ്നത്തിൽ ഇങ്ങനെ നിർദ്ദേശം നൽകണം. ഞാൻ അതുപോലെ ചെയ്ത് വിജയം വരിക്കുന്നു. സ്വപ്നത്തിലാണൊക്കെ അത് വരുന്നത്. സ്വപ്നത്തിൽ ഇങ്ങനെ എനിക്ക് നിർദ്ദേശം കിട്ടുകയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ പറയണം, ഇന്ന കാര്യങ്ങൾ ചെയ്ത് നിൻ്റെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുമെന്ന് പറയുന്നു. ഞാനത് അതേപോലെ ചെയ്തിട്ട് എനിക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. അപ്പോൾ അത് സ്വപ്നത്തിലാണ് വരുന്നത്. അപ്പോൾ അത് റൂബ്രിക്ക് വരുന്നത് ഡ്രീംസ് ക്ലയർവോയൻസ് എന്ന് പറഞ്ഞിട്ടാണ് റൂബ്രിക്ക് വരിക. ഡ്രീംസ് ക്ലയർവോയൻസ്, ദാറ്റ്സ് എ റൂബ്രിക്ക്. അനദർ കണ്ടീഷൻ, ഒരു ലേഡി വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവിന് വീടിൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഡോക്ടർ, അത് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേക്കാനുള്ള ഒരു സമ്പാദ്യം വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു വീട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിലാണെങ്കിലും, വീട്ടിലെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യത്തിനുള്ള ഫീസ് അടയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല, ഭാവിയെ പറ്റിയിട്ട് ഒരു ശ്രദ്ധയില്ല എന്ന് പറയുകയാണെങ്കിലും എന്ത് റൂബ്രിക്ക് നമ്മൾ ഈ കേസിൽ വർക്കൗട്ട് ചെയ്യും? അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റൂബ്രിക്ക് എന്ന് പറയുന്നത് ഇംപ്രോവിഡൻറ്റ് എന്നുള്ളതാണ്. ഇംപ്രോവിഡൻറ്റ്, ദാറ്റ്സ് റൂബ്രിക്ക് ഇൻ ദിസ് സിറ്റുവേഷൻ. അനദർ കണ്ടീഷൻ, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്, പക്ഷേ റൂബ്രിക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഭർത്താവിന് സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, ആര് വന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കും. ഞങ്ങൾക്കാണെങ്കിലോ ഡോക്ടറെ കാര്യമായിട്ട് ഒന്നുമില്ല, ഞങ്ങളൊന്നും സമ്പാദിച്ച് ചോദിച്ചിട്ടില്ല, 2 പെൺകുട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഭർത്താവ് ആര് വന്ന് സങ്കടം പറഞ്ഞാലും പെട്ടെന്ന് എടുത്തു കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്, അല്ലെങ്കിൽ എല്ലാം ഒരു ധാരാളമായിട്ട് ചെലവഴിക്കുന്ന, വരുമാനത്തിൽ കവിഞ്ഞ് ചെലവഴിക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണെന്നാണ് പറയുന്നത്. ഈ കേസ് നമ്മളെങ്ങനെ വർക്കൗട്ട് ചെയ്യും? ഇത് നേരത്തെ പറഞ്ഞ ഇംപ്രോവിഡൻ്റ് അല്ല, സമ്പാദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് 3 റൂബ്രിക്ക് ഉണ്ട്. ഒന്ന് എക്സ്ട്രാ വജൻസ് എന്ന് പറയും, അതേപോലെ സ്കോണ്ടറിങ് മണി, അനാവശ്യമായിട്ട് കാശ് ചിലവാക്കുന്നതിനാണ് സ്കോണ്ടറിങ് മണി എന്ന് പറയും. എക്സ്ട്രാ വജൻസ് എന്ന് പറയുമ്പോൾ അതേപോലെ ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ നടത്തി വരവിലേക്കാളും കൂടുതൽ ചിലവാക്കുന്ന, ഈ ഇങ്ങനെയുള്ള ചിലവുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എക്സ്ട്രാ വജൻസ് എന്ന് പറയും. പക്ഷെ ബെനവലൻസ് എന്ന് പറയുമ്പോൾ ഒരു ചാരിറ്റബിൾ ആക്ട് എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ ആരെങ്കിലും സങ്കടം വന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ പോലും ഞാൻ അതേ വേറൊരു ആവശ്യത്തിന് എടുത്തു വെച്ച പൈസ ആണെങ്കിൽ പോലും ഞാൻ എടുത്തിട്ട് അങ്ങ് കൊടുക്കും. അതിനാണ് ബെനവലൻസ് എന്ന് പറയാം, ചാരിറ്റബിൾ ആക്ട് എന്ന് പറയും. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റിച്ച പൈസ ആയിരിക്കും അത്, പക്ഷെ എന്നാലും വേറൊരാൾ വന്ന് സങ്കടം പറയുമ്പോൾ അവൻ്റെ കാര്യം ആദ്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. അതിനാണ് ബെനവലൻസ് എന്ന് പറയും. അപ്പോൾ ഈ 3 റൂബ്രിക്കാണ്
ഈ കേസിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, എനിക്കൊന്നും തലയിൽ വരുന്നില്ല, എൻ്റെ ആകെ ചിന്താശേഷിക്ക് ആകെ ബ്ലോക്കായ പോലെ തോന്നണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്നും കൂടുതൽ ചിന്തിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ചിന്തയിലേക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും? അതിൻ്റെ റൂബ്രിക് വരുന്നത് മെൻ്റൽ എക്സേഷൻ അഗ്രവേറ്റ്സ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. മനസ്സുപയോഗിച്ച് അല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിച്ച് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, ചിന്താശേഷിയൊക്കെ നശിച്ച പോലെ, അല്ലെങ്കിൽ ആകെ ഒരു ബ്ലോക്കായ പോലെ തോന്നാറുണ്ട്. മെൻ്റൽ എക്സേഷൻ അഗ്രവേറ്റ്സ് ഇമ്പോസിബിൾ എന്നാണ് അതിൻ്റെ റൂബ്രിക് വരുന്നത്. ഒരു പേഷ്യൻ്റ് വന്ന് പറയാം, ഡോക്ടർ എവിടെ നോക്കിയാലും പുഴുവാണ്, ടാപ്പിൻ്റെ മുകളിൽ പുഴുണ്ട്, പാത്രത്തിൽ പുഴുണ്ട്, ബേസിനിൽ പുഴുണ്ട്, എല്ലായിടത്തും പുഴുവാണ്, എനിക്ക് സ്വപ്നത്തിൽ വരെ പുഴു തന്നെയാണ് കാണുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ അതിന് റൂബ്രിക്ക് ഒന്ന് ഫിയർ വേംസ്, മൈൻഡിൽ ഫിയർ വേംസ് എടുക്കാം, അതേപോലെ ഡ്രീംസ് എന്നുള്ള ചാപ്റ്ററിൽ വേംസ് എന്നുള്ള ഇങ്ങനെ വല്ലാണ്ട് ഇതിനെപ്പറ്റി പേടിയുള്ള ആൾക്കാർക്കാണ് എല്ലാ സ്ഥലത്തും പുഴുള്ളത് പോലെ തോന്നുക. സോ ഫിയർ വേംസ്, അത് സിമിലർലി ഡ്രീംസ് വേംസ് എന്നതാണ് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് വരുന്നത്. ഡോക്ടറെ അങ്ങനെ അന്ന് ചെയ്തതിൽ എനിക്കിപ്പോൾ വല്ലാണ്ട് കുറ്റബോധം തോന്നുന്നത്. അന്ന് എൻ്റെ മോനോട് ഞാൻ അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, പക്ഷെ അത് ചെയ്തത് ഇപ്പം എനിക്ക് വല്ലാണ്ടൊരു കുറ്റബോധമായിപ്പോയി. അന്ന് അവൻ പറയുന്ന പോലെ അവന് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവനൊരു ബൈക്കേ ചോദിച്ചോളൂ എന്നോട്, പക്ഷെ അത് വാങ്ങിച്ചു കൊടുത്താൽ ഇത്രയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ, കുറ്റബോധം. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യാം? അതിൻ്റെ റൂബ്രിക് വരുന്നത് റിമോർസ് എന്നാണ് റൂബ്രിക് വരുന്നത്. റിമോർസ്. പിന്നെ എൻ്റെ അസുഖം ഒരിക്കലും മാറില്ല ഡോക്ടറെ എന്നുള്ളതാണ്. അത് അവരുടെ മനസ്സിലങ്ങോട്ട് ഒരു ധാരണയായിപ്പോയി, എൻ്റെ അസുഖം മാറില്ല എന്നുള്ളത്. അത് മാറുന്ന അസുഖമായിരിക്കാം, പക്ഷേങ്കിൽ ആ പേഷ്യൻറ്റിന് അങ്ങനെ ഒരു ധാരണ, ഡോക്ടർ എൻ്റെ അസുഖം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് 3 റൂബ്രിക്കാണുള്ളത്. ഒന്ന് ഫിയർ റിക്കവർ, ഹി വിൽ നോട്ട്, അസുഖം മാറില്ല എന്നുള്ള പേടിയാണ്. ഫിയർ, അസുഖമുണ്ട് പേഷ്യൻറ്റിന്, ഫിയർ റിക്കവർ, ഹി വിൽ നോട്ട്. ദെൻ അനദർ റൂബ്രിക് റിലേറ്റഡ് ഫിക്സഡ് ഐഡിയ ആണ്, കാരണം അത് അവർ മനസ്സിലങ്ങ് ഫിക്സ് ചെയ്ത് പോയി, പിന്നെ ഇത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. മൂന്നാമതൊരു റൂബ്രിക് അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് തോട്ട്സിൽ പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരേ ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. OCDക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്കാണ് അത്, തോട്ട്സ് പെർസിസ്റ്റൻ്റ്. ഈ 3 റൂബ്രിക്കാണ് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഡോക്ടർ എൻ്റെ അസുഖം മാറില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ, ഡോക്ടറെ ഇത് സാധാരണ നമ്മളോട് പേഷ്യൻസ് പറഞ്ഞു, ഡോക്ടർ ഇപ്പോൾ എൻ്റെ അസുഖം ഇപ്പോൾ കുറവുണ്ട്, ഞാൻ പുകവലിയൊക്കെ നിർത്തി, അതുകൊണ്ടാണ് അസുഖം കുറഞ്ഞത്, അല്ലാണ്ട് ഡോക്ടർ മരുന്ന് തന്നുകൊണ്ടൊന്നല്ല. ഇപ്പം 4-5 വർഷം ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തിട്ട് കുറയാത്ത അസുഖത്തിനാണ് നമ്മളിത് ചികിത്സയ്ക്ക് പോകുന്നത്. നമ്മൾ മരുന്ന് കൊടുത്ത് 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻറ്റിന് അസുഖം കുറഞ്ഞു. പക്ഷേ പേഷ്യൻറ്റ് പറയും, ഇപ്പോൾ അന്ന് ഞാൻ ചായയൊക്കെ കുടിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ ചായ കുടിക്കലൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അസുഖത്തിന് കുറവുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ചികിത്സയിൽ അയാൾക്ക് തൃപ്തിയൊന്നുമില്ല, നമ്മുടെ ചികിത്സ കൊണ്ടൊന്നല്ല അത് അസുഖം മാറിയത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കണം, എത്രയോ വർഷങ്ങളോളം മറ്റ് വൈദ്യശാസ്ത്രത്തിൽ പരാജയപ്പെട്ട സിറ്റുവേഷനിലായിരിക്കും നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് നമ്മുടെ അസുഖത്തിൻ്റെ പേഷ്യൻറ്റിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ ആ കേസിൽ പേഷ്യൻ്റ് ഈസ് ഡിസാറ്റിസ്ഫൈഡ് ആണ്, ഡിസ്കണ്ടൻറ്റ് എന്നാണ് അതിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് വരുന്നത്. ഹി ഈസ് ഡിസാറ്റിസ്ഫൈഡ് അബൌട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പേഷ്യൻ്റ് പറയുന്ന ഓരോ വാക്കും നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്താൽ കറക്റ്റായിട്ടുള്ള മെഡിസിൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയാം, ഡോക്ടറെ ഭാര്യയിൽ അങ്ങനെ ഒരു ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു വൈഫിന് ഒരു സെക്ഷലി ഒരു അട്രാക്ഷൻ ഒന്നുമില്ല, അത് കാരണം എനിക്കൊരു ഇറക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ഭാര്യനോട് ഒരു ആകർഷണമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്കൊരു ലൈംഗികമായിട്ടൊരു ആകർഷണമില്ല, അത് കാരണം എനിക്ക് ഇറക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും? എൻ്റെ റൂബ്രിക് വരുന്നത് ഇറക്ഷൻ വാണ്ടിങ് ഇൻഡിഫറൻസ് വിത്ത് സെക്ഷൽ എന്നുള്ളതാണ്. ഒരു നിർവികാരമായിട്ടാണ് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നത്, ഒരു ആകർഷണമില്ല, ഇൻഡിഫറൻസ് വിത്ത് സെക്ഷൽ, അപ്പോൾ അതുകൊണ്ട് ഇറക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഭാര്യയിലൊരു ലൈംഗിക ആകർഷണമില്ല, അതുകൊണ്ട് ഇറക്ഷൻ കിട്ടുന്നില്ല, പക്ഷെ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും യാതൊരു പ്രശ്നമില്ല, മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, മറ്റു സ്ത്രീകളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പ്രശ്നമില്ല, അപ്പോഴൊക്കെ ഇറക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ റൂബ്രിക്കും മെഡിസിനും ഡിഫറൻ്റ് ആണ്. ഇറക്ഷൻ വാണ്ടിങ് വൈഫ് വിത്ത് എന്നുള്ള, വൈഫിനോട് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാത്ത സമയത്ത് അല്ലാതെ മറ്റു സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഇറക്ഷൻ്റെ യാതൊരു പ്രശ്നമില്ല എന്നുള്ളത്. ഇനി അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ഇപ്പോൾ ഭർത്താവ് ചിലപ്പം ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോയതായിരിക്കും. അപ്പോൾ ഒരേ കാലത്തിന് ശേഷം ഭർത്താവിൽ നാട്ടിൽ വന്നു, ഇപ്പം സെക്സ് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇറക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കുറേ കാലത്തെ അബ്സ്റ്റിനൻസ് ആണ്, വിദേശ രാജ്യത്തായിരിക്കും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് കുറേ കാലം ജോലി ചെയ്ത് വന്ന് അതിനുശേഷം പിന്നെ നാട്ടിൽ വരുമ്പം ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇറക്ഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള റൂബ്രിക്കും മെഡിസിനും ഡിഫറൻ്റ് ആണ്. ഇറക്ഷൻ വാണ്ടിങ് കോണ്ടിനൻസ് ഫ്രം എന്നാണ് റൂബ്രിക്ക് പറയുന്നത്. ഇറക്ഷൻ വാണ്ടിങ് കോണ്ടിനൻസ് ഫ്രം, ഇതിലൊക്കെ റൂബ്രിക് മെഡിസിൻസ് വ്യത്യാസമുണ്ട് കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
അനദർ റൂബ്രിക് നമുക്ക് എടുക്കാവുന്നത് ഇറക്ഷൻ വാണ്ടിങ് സെലിബസി ഫ്രം എന്നുള്ളതാണ്. അബ്സ്റ്റിനൻസ് ഓഫ് സെക്സ്. ഒരുപാട് കാലം നമ്മൾ ബ്രഹ്മചര്യം പോലെ കുറേ ജീവിച്ചാൽ പ്രകാരം ജീവിച്ച് പിന്നെ ശ്രമിക്കുന്ന സമയത്ത് ഇറക്ഷൻ കിട്ടാണ്ടാവും. ഈ 2 റൂബ്രിക്കാണ് ഇതിൽ റിലേറ്റഡ് ആയിട്ട് വരാവുന്നത്. ഇപ്പോൾ വന്ധ്യതാ ചികിത്സ അതിൻ്റെ ഭാഗമായി ഇൻഫെർട്ടിലിറ്റി ചികിത്സയുടെ ഭാഗമായിട്ട് ഹോർമോൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹോർമോണിൻ്റെ അളവ് വളരെ കുറവാണ്. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യാം? ഹോർമോൺസ്, സെക്ഷൽ ഹോർമോൺസ് ഒക്കെ വളരെ കുറവായിട്ടാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കാണുന്നത്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് 2 റൂബ്രിക്കാണ് വരുന്നത്. ഒന്ന് നമുക്ക് എടുക്കാവുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ 2 ചാപ്റ്ററിലും അട്രോഫി എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. അട്രോഫി ഓഫ് ജെനിറ്റൽ ഓർഗൻസ് വാട്ട് എവർ ഇറ്റ് മേ ബി. എന്നോട് കുറച്ച് സബ് റൂബ്രിക്കുകളും കൊടുത്തിട്ടുണ്ട്. അട്രോഫി ഓഫ് ഓവറി, യൂട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു റൂബ്രിക്ക് റിലേറ്റഡ് ആയിട്ട്. പിന്നെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബ്രിക് ഉണ്ട്. ക്ലിനിക്കൽ എന്നുള്ള ചാപ്റ്ററിൽ ഹോർമോണൽ ഹൈപ്പോ ഫംഗ്ഷൻ എന്നാണ് റൂബ്രിക് ഉള്ളത്. ക്ലിനിക്കൽ ചാപ്റ്ററിൽ ഹോർമോണൽ ഹൈപ്പോ ഫംഗ്ഷൻ ദാറ്റ് റൂബ്രിക് ഈസ് അവൈലബിൾ ഓൺലി ഇൻ കംപ്ലീറ്റ് റെപ്പർട്ടറി. അപ്പോൾ അതാണ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന 2 റൂബ്രിക്കുകൾ. ഭാര്യയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ആക്ഷേപിക്കണം. ഡോക്ടറെ അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവൾക്ക് അങ്ങനെ തന്നെ, അവൾക്ക് അവളുടെ കുടുംബപരമായ അവൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് ഡെലൂഷനിലാണ്. അങ്ങനെയുള്ള തോന്നലുകളൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡെലൂഷനിലാണ്. ഡെലൂഷൻ, വൈഫ് ഫെയ്ത്ത്ലെസ്, വൈഫ് ഈസ് ഇറ്റ്സ് എ റൂബ്രിക്. അനദർ റൂബ്രിക് ഡെലൂഷൻ, വൈഫ് റൺ അവേ ഫ്രം ഹിം, വൈഫ് വിൽ. എൻ്റെ നമ്മൾ ഓടിപ്പോകുമെന്നുള്ളൊരു തോന്നലാണ്, അവർക്ക് ഞാൻ പോരാ എന്നുള്ളൊരു തോന്നലാണ്. സോ വൈഫ് ഫെയ്ത്ത്ലെസ്, വൈഫ് ഈസ്. ആൻഡ് ഡെലൂഷൻസ് തന്നെ വൈഫ് റൺ അവേ ഫ്രം ഹിം, ദാറ്റ്സ് അനദർ റൂബ്രിക്. ചെറിയ അസുഖം വരുമ്പോൾ തന്നെ വല്ലാത്ത ബേജാറാണ്. വളരെ ആദ്യമാണ്, ചെറിയൊരു പനിയായിരിക്കും വന്നിട്ടുണ്ടാവും, അത് കൊറോണ ആണോ എന്നുള്ളൊരു തോന്നൽ. കാലിന് ചെറിയൊരു മുറിവുണ്ട്, അതിന് ഡയബറ്റിക് അൾസറും ഗാംഗ്രീനൊക്കെ ആയിട്ട് കാല് മുറിക്കേണ്ടി വരുമോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് വല്ലാണ്ട് വേവലാതിപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ ഇനി പറയുന്ന 3-4 റൂബ്രിക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നോക്കണം അതിൻ്റെ ഡിഫറൻസ്. ആങ്സൈറ്റി, ഹെൽത്ത് അബൌട്ട് എന്നാണ് അത് റൂബ്രിക്ക് വരുന്നത്. ചെറിയ അസുഖം വരുമ്പോൾ തന്നെ വലിയ ആദിയുള്ള ആൾക്കാർക്ക്. പിന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്നവരാണ്. എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും, ഇപ്പോൾ സർവൻറ്റ് വളരെ നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നാൽ എവിടെയെങ്കിലും ചെറിയൊരു പൊടി കണ്ടാൽ, അല്ലെങ്കിൽ ഇയാളെ പൊടി കണ്ടുപിടിച്ചിരിക്കും, ആ ഹാൻഡിലിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു പൊടി ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർ, എന്നിട്ട് അവരോട് വളരെ ഹാർഷായിട്ട് പെരുമാറുകയും ചെയ്യും. അതെങ്ങനെ നമ്മൾ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യാം? അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് സെൻസോറിയസ് എന്ന് പറഞ്ഞിട്ടുള്ള റൂബ്രിക്കാണ് അതിൽ വരുന്നത്. സെൻസോറിയസ് ഓർ ഫാൾട്ട് ഫൈൻഡിങ്, 2 റൂബ്രിക്കും ഉണ്ട്. ചില റെപ്പർട്ടറിയിൽ ഫാൾട്ട് ഫൈൻഡിങ്ങിലാണ് കൂടുതൽ മെഡിസിൻ. മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവരോട് ഹാർഷായിട്ട് പെരുമാറുന്ന ആൾക്കാർ, അതിനാണ് സെൻസോറിയസ് എന്ന് പറയും. പിന്നെ എൻ്റെ അയൽവാസിക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, ദൈവം എനിക്ക് അതൊന്നും തന്നില്ലല്ലോ എന്നുള്ളത്. മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ എനിക്ക് വല്ലാണ്ട് മനസ്സിന് വിഷമം, അസൂയാന്ന് നമ്മൾ പറയും. എനിക്ക് ദൈവം അതൊന്നും തന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനെന്ത് റൂബ്രിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യും? അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്കാണ് ജെലസി എന്നാണ് അതിൻ്റെ റൂബ്രിക്ക് വരുന്നത്. ജെലസി. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്ക്, എൻ്റെ അയൽവാസിക്ക് ഒരുപാട് നല്ല സൗകര്യങ്ങളുണ്ട്, എനിക്കും അതും ദൈവം തന്നില്ല, പക്ഷെ ഞാനതൊക്കെ നേടിയെടുക്കും. എന്ന് വെച്ചാൽ എൻ്റെ അയൽവാസിയുടെ അഭിവൃദ്ധികൾ. ഇപ്പം എൻ്റെ അയൽവാസിക്ക് ഒരു ബെൻസ് കാറുണ്ട്, അപ്പോൾ എനിക്കും ഒരു ബെൻസ് കാർ വാങ്ങണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ ക്ലിനിക്കിൽ കിട്ടുന്ന പൈസയൊക്കെ എടുത്ത് വെക്കണ്, അതേപോലെ ലോണൊക്കെ എടുത്ത് ഞാനും ഒരു ബെൻസ് കാർ വാങ്ങും. അപ്പോൾ അതിനാണ് വർക്കൗട്ട് ചെയ്യുക. എൻവി എന്നാണ് റൂബ്രിക്ക് പറയുന്നത്. അപ്പോൾ എൻവി, ജലസ്യം, അസൂയ എന്നാണ് മീനിങ് എങ്കിലും റെപ്പർട്ടറിയുടെ ലാംഗ്വേജിൽ എൻ്റർലി ഡിഫറൻ്റ് ആണ്. ജലസി മീൻസ് ദി പ്രോസ്പെരിറ്റി ഓഫ് അതേഴ്സ് ഇൻടോളറബിൾ എന്നുള്ള, മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ബട്ട് എൻവി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ, അവർ നേടിയെടുത്ത അഭിവൃദ്ധികൾ ഞാനും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനാണ് എൻവി എന്ന് പറയുന്നത്. പിന്നെ ഒരു പേഷ്യൻ്റ്, എല്ലാ ടെസ്റ്റും നോർമലാണ്. നമ്മളെല്ലാവരും പേഷ്യൻറ്റിന് പല അസുഖങ്ങളും പല വേദനകളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാ ലാബ് ടെസ്റ്റുകളും അൾട്രാസൗണ്ടും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് എല്ലാം നോർമലാണ്. നിങ്ങൾക്കൊരു അസുഖമൊന്നുമില്ല, മരുന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാലും പേഷ്യൻറ്റിന് തൃപ്തിയാവില്ല. ആ പേഷ്യൻ്റ് വേറൊരു ഡോക്ടർ തേടിപ്പോകും. അപ്പം അങ്ങനെയുള്ള പ്രകൃതമുള്ള ആൾക്കാർ, പല ഡോക്ടേഴ്സിനെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് അസുഖമില്ല എന്ന് പറഞ്ഞോ, പിന്നെ ആ ഡോക്ടറെ അടുത്ത് അവർ നിൽക്കില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ആങ്സൈറ്റി ഹെൽത്ത് അബൌട്ട് പറഞ്ഞു, അതുപോലെ സാമ്യമുള്ള റൂബ്രിക്കാണ്, പക്ഷേ അതിൽ മെഡിസിൻസ് ഡിഫറൻ്റ് ആണ്. ഹൈപ്പോകോൺട്രിയാക് എന്നാണ് പറയാം. എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, എന്നാലും മരുന്ന് വേണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇനി മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ അവർ വേറെ ഡോക്ടറെ തിരഞ്ഞെടുത്ത് പോകും. അതാണ് ഹൈപ്പോകോൺട്രിയാക് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാറ്റഗറി പേഷ്യൻസിന് വളരെ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്, എന്നാൽ അവർക്ക് അറിയാം, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നാലും കൃത്യമായിട്ട് മരുന്ന് കഴിക്കില്ല, കൃത്യമായിട്ട് മരുന്നിന് വരികയില്ല. 2 ആഴ്ചയുടെ മരുന്ന് കൊടുത്ത് 1 മാസം 1.5 മാസം കഴിഞ്ഞാണ് വരിക. അത് തന്നെ 2-3 നേരം കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 നേരം അല്ലെങ്കിൽ 2 നേരമൊക്കെ കഴിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ്.
അപ്പോൾ അതൊക്കെ പേഷ്യൻസിൻ്റെ നാച്ചർ വെച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് റൂബ്രിക്ക് ഇൻഡിഫറൻസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞൊരു റൂബ്രിക്ക് ഉണ്ട്. ഇൻഡിഫറൻസ്, ഇമ്പോർട്ടൻസ്, നിർവികാരതയാണ്, ഇമ്പോർട്ടൻറ്റ് തിങ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ രണ്ടാമതൊരു റൂബ്രിക്ക് നെഗ്ലക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു റൂബ്രിക്ക് വേറെയും കൊടുത്തിട്ടുണ്ട്. നെഗ്ലക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. പിന്നെ ഡിസ്പെൻസറിയിൽ നിന്ന് അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒ പിയിലൊക്കെ വന്നിട്ട്, കോളേജിൽ ഒ പിയിലൊക്കെ വന്നിട്ട് മരുന്ന് കിട്ടാൻ വേണ്ടി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ട് എന്ന് പറയും. എല്ലാ ആഴ്ചയും അവർ വരും. ഒരാഴ്ച കാലുവേദനയാണെങ്കിൽ ഒരാഴ്ച കൈവേദന ആയിരിക്കും, അല്ലെങ്കിൽ തലവേദന ആയിരിക്കും. ഇങ്ങനെ പല അസുഖങ്ങൾ മാറി മാറി പറഞ്ഞ് കൃത്യമായി എന്നും അവർക്ക് മരുന്ന് കിട്ടണം. ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ. അതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും? പൾസാറ്റിലെയും ടാരൻറ്റിലെയും സ്പാനിയാണ് പ്രധാനപ്പെട്ട 2 മെഡിസിൻസ് കൊടുത്തിരിക്കുന്നത്. 2 മെഡിസിനും നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട്. മൈൻഡിൽ ഫീലിംഗ് സിക്ക് ടു ബി എന്നാണ് അതിൻ്റെ റൂബ്രിക്ക് വരുന്നത്. ഫീലിംഗ് സിക്ക് ടു ബി. പിന്നെ ഞാനൊരു രോഗിയായിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂബ്രിക്കായിട്ട് നിങ്ങൾ സാമ്യപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തിയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാനൊരു രോഗിയായിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നലാണ്. എന്നിട്ട് മരുന്നിന് വരും നമ്മളെടുത്ത്. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം? മൈൻഡിൽ ഡെലൂഷൻ സിക്ക് ടു ബി എന്നാണ് റൂബ്രിക്ക് പറഞ്ഞത്. ഞാനൊരു രോഗിയായി പോയല്ലോ എന്നുള്ള തോന്നൽ കാരണം എപ്പോഴും വന്നിട്ട് നമ്മളെടുത്തുനിന്ന് മരുന്ന് വാങ്ങണമാണ്. ഡെലൂഷൻ സിക്ക് ടു ബി. ഇതും ഫീലിംഗ് സിക്ക് ടു ബി എന്ന് നമ്മൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഫീലിംഗ് സിക്ക് ടു ബി എന്ന് പറയുമ്പോൾ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങുന്ന ആൾക്കാരാണ്. പിന്നെ അസുഖമുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അത് കാരണം അത് പറഞ്ഞുകൊണ്ട് ജോലിയിൽ നിന്ന് മാറി നിൽക്കുക. ഇപ്പം മദറിൻലോ ആണ്, അപ്പോൾ എനിക്ക് എന്തോ കൈകാലിക വേദന അങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാ ജോലിയിൽ നിന്ന് അവർ മാറി നിൽക്കും. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, അസുഖങ്ങൾ പറഞ്ഞിട്ട് ജോലി ചെയ്യാണ്ട് മാറി നിൽക്കാം. അപ്പോൾ അതിന് ഈ ഡെലൂഷൻ സിക്ക് ടു ബീൻ്റെ ഒരു സബ് റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഡെലൂഷൻ സിക്ക് ബീയിങ് വർക്ക് ആൻഡ് ഫോർ ദിസ് റീസൺ ഹി വിൽ നോട്ട് വർക്ക് എന്നുള്ളതാണ് റൂബ്രിക്ക്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അസുഖമുണ്ട് എന്നുള്ളൊരു തോന്നലുള്ളത് കാരണം ജോലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ. സോ ഡെലൂഷൻ സിക്ക് ബീയിങ് വർക്ക് ആൻഡ് ഫോർ ദിസ് റീസൺ ഹി വിൽ നോട്ട് വർക്ക് എന്നുള്ള. പിന്നെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയാം, ഡോക്ടറെ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഭർത്താവ് അതിന് വിപരീതമേ പറയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അതിന് വിപരീതമേ പറയുള്ളൂ. അതിന് കുറേ കാരണങ്ങളും അവൾക്ക് നിരത്താനുണ്ടാവും. കാരണങ്ങളൊക്കെ ഉണ്ടാവും, എന്തുകൊണ്ട് ശരിയല്ല, എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അതിന് വിപരീതം അവൾ പറയുള്ളൂ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു എന്നുള്ളതാണ്. കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു. എപ്പോഴും മുടക്കി സംസാരിക്കുക, എന്ത് കാര്യത്തിന് എതിര് പറയുക. അതിന് കുറേ ആർഗ്യുമെൻറ്റ്സും ഉണ്ടാവും അവർക്ക്. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റൂബ്രിക്ക് അതിൽ വരുന്നത്. കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഭാര്യ അതിന് വിപരീതമേ പറയുള്ളൂ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ അവർ കാര്യകാരണ സഹിതം എതിർക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവൾക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് എതിർത്ത് സംസാരിക്കണം. അതിന് പ്രത്യേകിച്ച് ആർഗ്യുമെൻറ്റോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട റൂബ്രിക്ക് കോൺട്രറി എന്നുള്ളതാണ്. അത് ഓരോന്നും ഈ 3 റൂബ്രിക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ എന്ത് പറഞ്ഞാലും അതിന് എതിർത്ത് പറയും, പക്ഷേ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ ഉള്ളൂ. അതിന് കാരണമൊന്നും പറയൂല. അതാണ് കോൺട്രറി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തിരിച്ച് എതിർത്ത് പറയുന്നില്ല, അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ ഭർത്താവിനെ കുറേ വഴക്ക് പറയും, എന്ന് കരുതി ഞാൻ തിരിച്ചൊന്നും പറയില്ല, ഞാൻ അങ്ങോട്ട് മാറി നിന്നാളെന്ന് പറയും. അപ്പോൾ അത് കോൺട്രഡിക്ഷൻ ഇൻടോളറൻ്റ് ഓഫ് എന്നുള്ളതാണ് റൂബ്രിക്ക്. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു, കോൺട്രറി ആൻഡ് കോൺട്രഡിക്ഷൻ ഇൻടോളറൻ്റ് ഓഫ്, ഇത് 3ഉം വർക്കൗട്ട് ചെയ്യേണ്ട കോണ്ടെക്സ്റ്റുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വളരെ നോക്കിയും കണ്ടും തന്നെ വേണം ഈ റൂബ്രിക്കുകൾ നമ്മളതിൽ സെലക്ട് ചെയ്യാം. നൗ അനദർ കണ്ടീഷൻ. ഡോക്ടറെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും ഡോക്ടർ ഫീസ് വളരെ കൂടുതലാണ്, ഇത്രയൊന്നും ഫീസ് വേണ്ടിയില്ലായിരുന്നു എന്ന് പറയും. എൻ്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്, എന്നാലും ഒരു അത്യാവശ്യമായ ബുദ്ധിമുട്ടുള്ളൊരു അസുഖത്തിനാണ് വന്നത്, ആ ഡോക്ടർക്ക് ഞാൻ പൈസ കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതിനെന്ത് റൂബ്രിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം? അതിന് പറയുന്ന റൂബ്രിക്കാണ് മൈസർലി എന്നുള്ള റൂബ്രിക്കാണ് ഈ കണ്ടീഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. മൈസർലി. പൈസ ഉണ്ടായിട്ടും അത്യാവശ്യ കാര്യത്തിന് ചിലവാക്കില്ല. അപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്, അപ്പോൾ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾക്കൊക്കെ പൈസ ചിലവാക്കേണ്ടത് ഞാനാണ്. അച്ഛന് ഈ ലോകത്ത് വേറെ ഒന്നും ചെയ്തു കൊടുക്കാനില്ല, അതോടുകൂടി അച്ഛനെ ഞാൻ ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് പോലും ഞാൻ പൈസ ചിലവാക്കൂല. അനിയനുണ്ടല്ലോ, അവൻ എന്നെക്കാളും പൈസക്കാരനല്ലേ, അവൻ വേണമെങ്കിൽ കാശ് കൊടുത്തോട്ടെ അച്ഛന് എന്നുള്ള രീതിയിൽ ഞാൻ പൈസയൊന്നും ചിലവാക്കില്ല. അതിനാണ് മൈസർലി എന്നുള്ള റൂബ്രിക്കാണ് കണ്ടീഷനിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മകന് ഭാര്യനും കൂട്ടി വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റും. അവർക്ക് അവരുടേതായ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്.
ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജോലിക്കൊക്കെ ഒരു സഹായമാകുമായിരുന്നു മരുമകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരാളാവും എന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ വേറൊരു വീട്ടിലേക്ക് പോയി. വീട്ടിൽ സൗകര്യക്കുറവൊന്നുമില്ല, ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ സൗകര്യക്കുറവൊന്നുമില്ല, അവർക്ക് വേണ്ട റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടേതായ ഒരു ജീവിതം എന്നുള്ള രീതിയിൽ അവർ പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ മകനും മരുമകൾക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ റൂബ്രിക്കാണ് സെൽഫിഷ്നെസ്. കെൻഡിലൊക്കെ ഉള്ള റൂബ്രിക്കാണ് സെൽഫിഷ്നെസ് എന്നുള്ളതാണ് റൂബ്രിക്ക്. പിന്നെ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഒരുപാട് വർഷമായി ഡോക്ടറെ, പക്ഷെ ഇപ്പോഴും ആരുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്നില്ല അവൾ എന്നുള്ളത്. ഭർത്താവിനോടും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നല്ലാണ്ട് എന്നോടോ എൻ്റെ ഭർത്താവിനോടോ എൻ്റെ രണ്ടാമത്തെ മകളോടോ ഒന്നും ഇവരാരൊന്നും സംസാരിക്കുന്നില്ല. ആരുമായിട്ട് അവളെ അങ്ങനെ പൊരുത്തപ്പെട്ട് പോകുന്നില്ല. എത്ര കൊല്ലമായിട്ട് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അപ്പം BHMSന് ചേർന്ന ആൾക്കാർ ഫസ്റ്റ് ഇയർ ആകുമ്പം ചിലപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് MBBSന് കിട്ടിയിട്ടില്ലല്ലോ, BDSന് കിട്ടിയിട്ടില്ലോ എന്നുള്ളത്. പക്ഷേ എങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ക്ലിനിക്കിലൊക്കെ പല അലോപ്പതി ആയുർവേദമൊക്കെ കഴിച്ചിട്ട് ഒരു റിസൾട്ടും ഇല്ലാത്ത കേസിലൊക്കെ നല്ല നല്ല റിസൾട്ടുകൾ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്ത് കാണുമ്പോൾ അവർക്കൊക്കെ ഇതിൽ വിശ്വാസം വരികയും അങ്ങനെ ഇതിൽ സാഹചര്യമായിട്ട് അവർ പൊരുത്തപ്പെട്ടു പോകും. പക്ഷേ ചിലർക്ക് BHMS കഴിഞ്ഞാലും ഹോമിയോപ്പതിയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. അവരെന്നിട്ട് ഹോമിയോപ്പതിക്ക് എതിരായിട്ട് പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് LD ക്ലർക്കിൻ്റെ ജോലിക്കോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷനിൽ എന്ത് ജോലിക്ക് അവർ പോകും. പിന്നെ അവർ ഹോമിയോപ്പതിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനത്തെ കേസിൽ 2 റൂബ്രിക്കാണ് വരിക. ഒന്ന് അഡാപ്റ്റബിലിറ്റി ലോസ് ഓഫ് എന്നുള്ളതാണ്, സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ റൂബ്രിക്ക് ഡിസ്കണ്ടന്റ് എന്നുള്ള, എന്ന് വെച്ചാൽ ആൾവേസ് ഡിസ്സാറ്റിസ്ഫൈഡ്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു അതൃപ്തിയായിരിക്കും ഉണ്ടാവും, സാഹചര്യങ്ങളുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. ഈ 2 റൂബ്രിക്കാണ് ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമുക്ക് എടുക്കാവുന്നത്. പിന്നെ ഡോക്ടർ അവളോട് ഒന്നും പറയാൻ വയ്യ, അവൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അവളോട് ഒന്നും പറയാൻ വയ്യ, അവൾക്ക് മനസ്സിന് പെട്ടെന്ന് ഫീൽ, ഒരു തമാശ പോലും പറയാൻ വയ്യ, മനസ്സിന് പെട്ടെന്ന് അവൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളത്. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും? ഒഫൻഡഡ് ഈസിലി എന്നാണ് കെൻഡിൻ്റെ റെപ്പർട്ടറിയിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെൽ റെപ്രസെൻറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റൂബ്രിക്കാണ് ഒഫൻഡഡ് ഈസിലി എന്നാണ് അതിൽ റൂബ്രിക്ക് വരുന്നത്. മക്കൾ എത്ര ഉണ്ടായിട്ട് എന്താ കാര്യം ഡോക്ടർ? ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മളോട് പലപ്പോഴും പേഷ്യൻസ്, ഇപ്പോൾ IPയിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ്റ് ആണെങ്കിലും ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ആണ് പറയുന്നത്, മക്കളെ ആൺകുട്ടികൾ 3-4 ഉണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം ഡോക്ടർ? ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ആൾക്കാർ. ഞാനും എൻ്റെ ഭർത്താവ്, സുഖമില്ലാത്ത ഭർത്താവും കൂടി ഒരു ചെറിയ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു പോവുകയാണെന്ന് പറയും. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും? അവരുടെ ജീവിത സാഹചര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. റൂബ്രിക്ക് വരുന്നത് ഫോർസേക്കൺ എന്നാണ് അതിൻ്റെ റൂബ്രിക്ക് വരുന്നത്. ഫോർസേക്കൺ, ഫീലിംഗ് ഓഫ് ബീങ് ലെഫ്റ്റ് അലോൺ. എല്ലാം ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടായിട്ടൊരു കാര്യമില്ല. ഓൾഡ് ഏജ് ഹോമിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മക്കളൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ്, പക്ഷെ മക്കളൊക്കെ വിദേശത്ത് മറ്റ് സ്ഥലത്തു നിന്നൊക്കെ പൈസയൊക്കെ അയച്ചു തരുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോമിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വയസ്സാം കാലത്ത് എൻ്റെ കൂടെ ഉണ്ടാവേണ്ട മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ അതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ, അതാണ് ഫോർസേക്കൺ ഫീലിംഗ് എന്ന് പറയാൻ കാരണം. ഇതാണ് നമ്മൾ ഓർഫനേജിലെ കുട്ടികൾക്കും വർക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഓർഫനേജിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഫുഡ്, നല്ല വസ്ത്രം, നല്ല എഡ്യൂക്കേഷൻ, അതുപോലെ കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും റോട്ടിലൂടെ അച്ഛൻ്റെ കൈ പിടിച്ച് ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലാണ്, എനിക്കും ഇതുപോലെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ, അതിനാണ് ഫോർസേക്കൺ എന്ന് പറയുന്നത്. ഡോക്ടറെ, ഞാൻ എത്ര കാലമായി അവളെ കൂടെ ജോലി ചെയ്യണമെന്നറിയോ? എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ അവളും കൂടെ എത്രയോ വർഷങ്ങളായി ജോലി ചെയ്യും. ഇന്ന് വരെ എനിക്ക് എത്ര കുട്ടികളുണ്ട് എന്നുള്ളതോ എൻ്റെ വീട് എവിടെയാണെന്ന് പോലും അവളൊന്നും ചോദിച്ചിട്ടില്ല. അവൾ വരും, ജോലി ചെയ്യും, പോകും. ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, വേറൊരു കാര്യം അവൾ സംസാരിക്കില്ല. എന്ന് വെച്ചാൽ അവർ എല്ലാ സോഷ്യൽ റിലേഷൻഷിപ്പിൽ നിന്നും മാറി നിൽക്കുന്ന പ്രകൃതിയുള്ള ആളാണ്. എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാം? ദാറ്റ് മീൻസ് അലൂഫ് എന്നാണ് അതിൽ റൂബ്രിക്ക് വരുന്നത്. അലൂഫ്, ദാറ്റ് മീൻസ് കീപ്പിംഗ് അവേ ഫ്രം ദി സോഷ്യൽ റിലേഷൻഷിപ്പ്. അവർ നമ്മളോട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുകയോ ചോദിക്കുകയോ പോലുമില്ല. ഞാൻ എൻ്റെ വീട്ടുകാര്യങ്ങൾ, ഒരു ഭർത്താവ് വന്നിട്ട് പറയുകയാണ്, കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഭാര്യ നോക്കിക്കോളുന്നുണ്ട്. ഇതിലൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, അതൊന്നും എൻ്റെ പരിധിയിൽ പെടുന്ന കാര്യമില്ലല്ലോ, അതൊക്കെ ഭാര്യ നോക്കിക്കോളും. ഞാൻ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവളടുത്ത് കൊണ്ടു കൊടുക്കുന്നത് മാത്രം. എന്ന് വെച്ചാൽ കുട്ടികൾ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, വീട്ടിലെ കാര്യം എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഒരു തരം ഇൻഡിഫറൻസ് ആണ്. അതിന് വരുന്ന റൂബ്രിക്കാണ് അപ്പതി എന്നാണ് അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു റൂബ്രിക്ക്. അതൊക്കെ ഭാര്യ നോക്കിക്കോളും, ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പേഷ്യൻ്റ് അവർ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി വളരെ അടുക്കും ചിട്ടയുള്ള ജീവിക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണ്. ഇപ്പോൾ പേഷ്യൻ്റ് പറയുന്നതായിരിക്കാം, പേഷ്യൻസ് എന്ത് മെൻ്റൽ സിംറ്റം പറയുമ്പോൾ നമ്മൾ അതേപോലെ എടുക്കരുത്, അത് ബൈസ്റ്റാൻഡേഴ്സായിട്ട് കൺഫേം ചെയ്യണം. ഞാൻ വളരെ പെർഫെക്റ്റ് ആണ്, ഞാൻ വളരെ ധൈര്യവാനാണെന്നൊക്കെ പേഷ്യൻ്റ് പറയും. പക്ഷെ അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ വൈഫായിട്ടോ ഹസ്ബൻഡായിട്ടോ ഫ്രണ്ട്സോ റിലേറ്റീവ്സായിട്ട് നമ്മൾ കൺഫേം ചെയ്യണം, അതെപ്പോഴും ശ്രദ്ധിക്കണം.
പല കേസിലും മിസ്ലീഡിങ് ആയിട്ടുള്ള സിംറ്റംസ് പേഷ്യൻസ് പറയും. അവരെപ്പോഴും അവരുടെ പോസിറ്റീവ് സൈഡേ പറയുള്ളൂ, നെഗറ്റീവ് സൈഡ് പറയൂല. അതുകൊണ്ടാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പം വളരെ അടുക്കും ചിട്ടയിലും ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് നല്ല റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂബ്രിക്കാണ് പ്രോപ്പർ ടു എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക്. മൈൻഡിൽ പ്രോപ്പർ ടു, വളരെ ഡിസിപ്ലിനോട് കൂടി അടുക്കും ചിട്ടയിൽ ജീവിക്കുന്ന ആൾക്കാർ എടുക്കുന്ന റൂബ്രിക്കാണ് പ്രോപ്പർ ടു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയാം, ഡോക്ടറെ എനിക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ ലൈംഗികമായിട്ട് വല്ലാണ്ട് ആസക്തി കൂടുമെന്നാണ് പറയുന്നത്. മദ്യപിച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ ലൈംഗിക ആസക്തി വല്ലാണ്ട് കൂടുമെന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം? എൻ്റെ റൂബ്രിക്ക് മെയിൽ എന്ന ചാപ്റ്ററിലുണ്ട്, ഫീമെയിൽ എന്നുള്ള ചാപ്റ്ററിലുണ്ട് കേട്ടോ. സെക്ഷൽ ഡിസയർ ഇൻക്രീസ്ഡ് ഡ്രങ്കണ്ണസ് ഡ്യൂറിങ്. സെക്ഷൽ ഡിസയർ ഇൻക്രീസ്ഡ് ഡ്രങ്കണ്ണസ് ഡ്യൂറിങ്. ദാറ്റ് റൂബ്രിക് ഈസ് അവൈലബിൾ both in the male chapter and also in the female chapter. വേറൊരു പേഷ്യൻ്റ് പറയാം, ഡോക്ടറെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭർത്താവ് എന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭർത്താവ് എന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആ കണ്ടീഷനിൽ എന്ത് റൂബ്രിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം? മസോക്കിസമാണ്. മസോക്കിസം എന്നുള്ള റൂബ്രിക്കാണ് ആ കേസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. പിന്നെ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് എന്നോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നു. അല്ലാത്ത സമയത്ത് അയാളെ കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ വെള്ളമടിച്ച് വന്ന ഡോക്ടർ ഒരു രക്ഷയില്ല, വളരെ റഫായിട്ട് പെരുമാറും, എന്നെ എടുത്തിട്ട് അടിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മൾ ആൽക്കഹോളിസത്തിൻ്റെ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുന്ന കൂടുതൽ ശ്രദ്ധിക്കേണ്ട റൂബ്രിക്കാണ് ബ്രൂട്ടാലിറ്റി ഡ്രങ്കണ്ണസ് ഡ്യൂറിങ് എന്നുള്ളതാണ്. ബ്രൂട്ടാലിറ്റി ഡ്രങ്കണ്ണസ് ഡ്യൂറിങ്, ദാറ്റ്സ് എ റൂബ്രിക് ഇൻ ദിസ് കേസ്. പിന്നെ ഒരു പേഷ്യൻ്റ് പറയുകയാണ്, ഡോക്ടറെ എനിക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ജോലി ചെയ്യാനൊക്കെ പറ്റും, എൻ്റെ ബുദ്ധിയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. മദ്യപിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു എൻ്റെ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായിട്ട് പാട്ടൊക്കെ എഴുതാൻ പറ്റും, നന്നായിട്ട് കഥ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. എങ്ങനെ നമ്മളത് വർക്കൗട്ട് ചെയ്യും? അതിന് വരുന്ന റൂബ്രിക്ക് മൈൻഡിൽ ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. അതിൻ്റെ ഒരു സബ് റൂബ്രിക്ക് ഉണ്ട് ഡ്രങ്കണ്ണസ്, മോർ ഇൻ്റലിജൻറ്റ് ഡ്യൂറിങ് എന്നാണ് അതിൻ്റെ റൂബ്രിക്ക് വരുന്നത്. ഡ്രങ്കണ്ണസ്, മോർ ഇൻ്റലിജൻറ്റ് ഡ്യൂറിങ്, ദാറ്റ്സ് എ റൂബ്രിക്ക്. എൻ്റെ കൂട്ടുകാരന് ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് വളരെ സന്തോഷമായി എന്നാണ്. എൻ്റെ കൂട്ടുകാരന് ജോലി നഷ്ടപ്പെട്ടു, എനിക്കതിൽ വളരെ സന്തോഷമുണ്ടെന്ന്. അല്ലെങ്കിൽ എൻ്റെ അയൽവാസിക്ക് ഒരു നഷ്ടം വന്നു, അവരുടെ വീടിൻ്റെ മതിലിടിഞ്ഞ് വീണു, എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അതിന് രണ്ട് റൂബ്രിക്കാണ്. ഒന്ന് സാഡിസം എന്നാണ് പറയുക, എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വേദനകളിൽ സന്തോഷം കണ്ടെത്തുന്നത്. നേരത്തെ നമ്മൾ മസോക്കിസം എന്ന് പറഞ്ഞത് സ്വയം വേദനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതിനാണ് മസോക്കിസം എന്ന് പറയാം. സാഡിസം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. സോ ദ റൂബ്രിക് ഈസ് സാഡിസം. അനദർ റൂബ്രിക്ക് എൻവി എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, ഹാപ്പി സീയിങ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ വിഷമത്തിൽ കാര്യങ്ങളിലൊക്കെ മീൻസ് എനിക്ക് വളരെ ദേഷ്യമാണ് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ. ഹാപ്പി സീയിങ് അതർ പീപ്പിൾ, അവരോട് അസൂയാണ് എന്ന് പറയും. പിന്നെ എൻ്റെ ഭർത്താവ് ഏതെങ്കിലും ഒരു സ്ത്രീകളോട് മറ്റു സ്ത്രീകളോട് സംസാരിക്കുന്നത് കണ്ടാൽ എനിക്ക് തീരെ സഹിക്കില്ല. എങ്ങനെയാണ് അത് റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും എന്ന് വെച്ചാൽ, അങ്ങനെ അവർ സംസാരിച്ച് അവർ തമ്മിൽ ഇഷ്ടത്തിലായി പോവേ, എന്നോടുള്ള സ്നേഹം ഷെയർ ചെയ്ത് പോയി, എൻ്റെ സാമ്പത്തികമായിട്ട് എനിക്ക് തരേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോവേ, അല്ലെങ്കിൽ അവൾ കൈവശം കൊടുക്കുക, അങ്ങനൊക്കെ ഒരു തോന്നൽ വരികയാണ്. എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, ഞാനത് സഹിക്കില്ല എന്ന് പറയും. അവൾ വയലൻ്റ് ആയി കളയും. എന്ത് റൂബ്രിക്ക് അതിൽ വർക്കൗട്ട് ചെയ്യാം നമ്മൾ? അതിന് പറയുന്ന റൂബ്രിക്ക് പൊസസീവ്നെസ് എന്നുള്ളതാണ്. ഭർത്താവ് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീൻ്റെ അടുത്തൊരു ട്രെയിനിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് ഭയങ്കര പ്രശ്നമാവും. പൊസസീവ്നെസ് ആണ്. പിന്നെ ഒരു അമ്മ വന്നിട്ട് പറയാം, ഡോക്ടറെ അവൻ ഏത് സമയം മൊബൈലിൽ കളിക്കാൻ മാത്രമേ തന്നെയുള്ള, എപ്പോൾ നോക്കിയാലും മൊബൈലിൽ തന്നെയാണ്, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും അവൾ നോവൽ മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും? വേറൊരു കാര്യത്തിൽ അവർക്കൊരു ശ്രദ്ധയില്ല, ഈ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ അല്ല കേട്ടോ, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് രണ്ട് റൂബ്രിക്കാണ് വരിക. ഒന്ന് മോണോമാനിയ എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്, മോണോമാനിയ. ആൻഡ് സെക്കൻഡ് റൂബ്രിക് ഈസ് ദാറ്റ് ഈസ് തോട്ട് പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത റൂബ്രിക്ക് അതിൽ വരുന്നത്. മോണോമാനിയ ആൻഡ് തോട്ട് പെർസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോകണം. പക്ഷേ അത് പലപ്പോഴും പോസിറ്റീവ് അല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയാം, ഡോക്ടറെ ഞാൻ അടുക്കളയിൽ സാധനങ്ങളൊക്കെ എടുത്ത് മുളക് മല്ലിയൊക്കെ എടുത്ത് വെക്കും, പക്ഷേ എവിടെ വെച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളത്.
അങ്ങനെ ഓരോ സാധനങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും കൊണ്ടുവച്ചിട്ടുണ്ടാവും. മുളകിൻ്റെ അടുത്ത് മല്ലി വെച്ചിട്ടുണ്ടാവും, അങ്ങനെ അങ്ങനെ ഓർഡറിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് എവിടെ കൊണ്ടുവച്ചെന്നുള്ള എനിക്ക് തന്നെ അറിയില്ല എന്നുള്ളത്. അപ്പോൾ വെച്ച സാധനങ്ങൾ എവിടെയാണെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് റൂബ്രിക് എന്താ വരിക? മൈൻഡിൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. അതിൽ വീക്ക്നെസ് ഓഫ് മെമ്മറി ഒബ്ജക്ട്സ് ഫോർ വെർ ഹി ഹാസ് പുട്ട് എന്നാണ് റൂബ്രിക് വരിക. വീക്ക്നെസ് ഓഫ് മെമ്മറി ഒബ്ജക്ട്സ് ഫോർ വെർ ഹി ഹാസ് പുട്ട്. ഈ വീക്ക്നെസ് ഓഫ് മെമ്മറി എന്നുള്ളത് വലിയൊരു റൂബ്രിക്കാണ്. അപ്പോൾ ആ റൂബ്രിക് എടുത്ത് വർക്കൗട്ട് ചെയ്യരുത്. അതിൽ ഇതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല സബ് റൂബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. ആ സബ് റൂബ്രിക്സ് ഒക്കെ നോക്കിയാണ് നമ്മൾ മെഡിസിൻസ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഭർത്താവ് ഒരാൾ വന്നിട്ട് പറയാം, ഭാര്യ എന്നോട് മാത്രം വളരെ റഫായിട്ട് അമർഷത്തിൽ പെരുമാറുന്നു, ബാക്കി എല്ലാവരോടും അവൾ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. ഒരു ഭർത്താവ് വന്നിട്ട് നമ്മളോട് പറയാം, അവളുടെ സ്വഭാവം അങ്ങനെയാണ്. ഭാര്യ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും, എന്നാലേ പറയാണ് എന്നോട് മാത്രം ഭയങ്കര കടിച്ച് കീറാൻ വരണം വരാം, പക്ഷെ വേറെ ആളോടും ഇല്ല കേട്ടോ എന്ന് പറയും. അതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാം? അതിൽ വരുന്ന റൂബ്രിക്കാണ് ആങ്കർ ഹസ്ബൻഡ് ടുവേർഡ്സ് എന്നാണ് റൂബ്രിക്ക് വരുന്നത്. ആങ്കർ ഹസ്ബൻഡ് ടുവേർഡ്സ്, ദാറ്റ്സ് എ റൂബ്രിക് ഇൻ ദിസ് കേസ്. പിന്നെ രക്ഷിതാക്കൾ പുസ്തകം വായിക്കുന്നവരാണെങ്കിൽ മക്കളും പുസ്തകം വായിക്കും. നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ മക്കളും മൊബൈലിൽ നോക്കിയിരിക്കും. അപ്പോൾ രക്ഷിതാക്കൾ എന്താണോ ചെയ്യുന്നത് അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളും അതേപോലെ അഡാപ്റ്റ് ചെയ്യും. അതിനെന്ത് റൂബ്രിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക? അതായത് നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ പകർത്തും. അതിന് വർക്കൗട്ട് ചെയ്യുന്നത് ഇംപ്രഷനബിൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ റൂബ്രിക്ക് വരുന്നത്. ഇംപ്രഷനബിൾ ചിൽഡ്രൻ എന്നാണ് അതിൻ്റെ റൂബ്രിക്ക് വരിക. പിന്നെ ഒരു കണ്ടീഷൻ, ഡോക്ടർക്ക് ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ വിവരമുണ്ടോ എന്ന് വെച്ചാൽ നമ്മളടുത്ത് വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു എംഫിസിയം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാൻസർ ആയിരിക്കാം. അപ്പോൾ ഇതിലൊക്കെ ഡോക്ടർക്ക് വിവരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഡോക്ടർ ടെസ്റ്റ് ചെയ്യുകയാണേ ഇയാൾക്ക് ഇതിൽ വിവരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പലപ്പോഴും ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ചോദിക്കുന്ന കുട്ടിക്ക് തന്നെ അറിയാം അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. എന്നാലും ഈ ക്ലാസ് എടുക്കുന്ന ഇയാൾക്ക് വിവരമുണ്ടോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കലുണ്ടല്ലോ. അതേപോലെയാണ് ചില പേഷ്യൻസ് വന്നിട്ട് ഇങ്ങനെ, അല്ല ഡോക്ടർ അതിനെപ്പറ്റി എന്താ ഡോക്ടർ അഭിപ്രായം, അത് ശരിയാവോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയഗ്നോസിസ് ഇങ്ങനെയല്ലേ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക്കാണ് ക്യൂരിയസ് എന്നുള്ളതിൻ്റെ ഒരു റൂബ്രിക് ഉണ്ട്. അതിൻ്റെ ഒരു സബ് റൂബ്രിക് ഉണ്ട്, ട്രെയിനിങ് ഓഫ് ഫിസിഷ്യൻ വാണ്ട്സ് ടു നോ ദി. ട്രെയിനിങ് ഓഫ് ദി ഫിസിഷ്യൻ വാണ്ട്സ് ടു നോ ദി, ദാറ്റ്സ് റൂബ്രിക് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. പിന്നെ ഒരു പേഷ്യൻ്റ് അമ്മ വന്നിട്ട് പറയാം, ഡോക്ടർ എൻ്റെ മകന് വേണം എന്നതിന് വേണ്ട എന്നാണ് പറയാം. എന്ത് കാര്യത്തിനും ഓപ്പോസിറ്റ് മാത്രമേ പറയുള്ളൂ. അവന് ആഗ്രഹം അമ്മ എനിക്ക് ചായ വേണമെന്നായിരിക്കും പറയാം, പക്ഷെ അവൻ പറയുന്നത് ചായ വേണ്ട എന്നുള്ളതായിരിക്കും. അതൊരു ലേണിംഗ് ഡിസബിലിറ്റിയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യും? അതിൽ വരുന്ന റൂബ്രിക്കാണ് മിസ്റ്റേക്സ് സ്പീക്കിംഗ് റിവേഴ്സിങ് വേർഡ്സ് എന്നാണ് റൂബ്രിക്ക് വരുന്നത്. മൈൻഡിൽ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്, സ്പീക്കിംഗ് റിവേഴ്സിങ് ദി വേർഡ്സ്, തലതിരിച്ചാണ് അവൻ എപ്പോഴും പറയുന്നത്. അനദർ കണ്ടീഷൻ, ഞാൻ എന്ത് സിറ്റുവേഷൻ വന്നാലും സത്യം തുറന്ന് പറയും, മറ്റുള്ളവർക്ക് വേദനിക്കുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങ് തുറന്ന് പറയും. അപ്പോൾ അവരെന്തായോ ഇല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ചില ആൾക്കാർ അങ്ങനെ പറയുമല്ലോ. എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും? അപ്പോൾ അതിന് രണ്ട് റൂബ്രിക്കാണ് ഉള്ളത്. ഒന്ന് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു റൂബ്രിക്ക് റെപ്പർട്ടറിയിലുണ്ട്. ടെല്ലിങ് ദി പ്ലെയിൻ ട്രൂത്ത് എന്നുള്ളതാണ്. സത്യമായിട്ട് അങ്ങ് തുറന്ന് പറയും. അത് മറ്റുള്ളവർ വേദനിക്കുന്ന സാഹചര്യം നോക്കുന്നില്ല അവർ. ട്രൂത്ത്, telling the plain truth. Another rubric, sensitive, want of sensitiveness ആണ്. മറ്റുള്ളവരുടെ വികാരങ്ങളിൽ അവരുടെ വേദനകൾ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എന്നത് ബാധിക്കില്ല. സെൻസിറ്റീവ്, വാണ്ട് ഓഫ് സെൻസിറ്റീവ്നെസ്, അതാണ് ഈ കണ്ടീഷനിൽ പറയുന്നത്. ഇനി നമുക്കൊരു റൂബ്രിക്കും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കി ഉള്ളത് ഇതിൻ്റെ 4ാമത്തെ സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നതായി ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു. ഡോക്ടറെ, സ്വപ്നത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകുന്നു, എൻ്റെ ബിസിനസ് പരാജയപ്പെട്ടു പോകുന്നു, എൻ്റെ മക്കൾ പരാജയപ്പെട്ടു പോകുന്നു, ഇങ്ങനെയുള്ള തോന്നൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിന് റൂബ്രിക്ക് വരുന്നത് ഡ്രീംസ് അൺസക്സസ്ഫുൾ എഫേർട്സ് എന്നുള്ളതാണ്. എന്താണ് റൂബ്രിക്ക് വരിക? ഡ്രീംസ് അൺസക്സസ്ഫുൾ എഫേർട്സ് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്തത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയും മതി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഇതേപോലെ റൂബ്രിക്കായിട്ട് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനുള്ള മറുപടികൾ
കറക്റ്റായിട്ടുള്ള റൂബ്രിക്കുകൾ, റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്കുകൾ പറഞ്ഞു തരുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഹോമിയോ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് നിങ്ങൾ സന്ദർശിക്കാം. അതേപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഹോമിയോ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള, സബ്സ്ക്രൈബേഴ്സുള്ള, അല്ലെങ്കിൽ ഫോളോവേഴ്സുള്ളൊരു ഫേസ്ബുക്ക് പേജാണ് ഹോമിയോ ബുക്ക്. ആ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പല വീഡിയോസും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ youtube.com/Dr. Mansoor Ali എന്നുള്ള യൂട്യൂബ് ചാനലിലുണ്ടാവും. ആൻഡ് പാർട്ട് 4, ഇതിൻ്റെ 4ാമത്തെ ഭാഗം ഉടനെ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റ് എല്ലാം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഇന്ന് ഇത്രയും മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദി ടൈം ബീയിങ്. താങ്ക് യു.